യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ദൂതുകൾ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഇന്ന് പകൽ നമുക്ക് ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ആരും മിണ്ടുന്നില്ല. ദൈവത്തിൻ്റെ കൃപയിലാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെ. ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ 16 12-15. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ വായിപ്പാൻ വേണ്ടി പോകുന്നു. യോഹന്നാൻ സുവിശേഷം 16 12 മുതൽ. ഇനിയും വളരെ നിങ്ങളോട് പറവാൻ ഉണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. 12-ാം വാക്യം. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. 13-ന്റെ ആദ്യ ഭാഗം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: മൈ ഡെസ്റ്റിനി ഹെൽപ്പർ. മൈ ഡെസ്റ്റിനി ഹെൽപ്പർ. അതിന് ആക്ച്വലി ഒരു സ്തോത്രം റൈറ്റ് വേർഡ്, ഒരു ശരിയായ പദം മലയാളത്തിൽ ഇല്ല എങ്കിലും ഞാനിങ്ങനെ പറയട്ടെ: എൻ്റെ ലക്ഷ്യ സഹായി, എൻ്റെ ലക്ഷ്യ സഹായി, എൻ്റെ മാർഗദർശിയായി. ഞാൻ വല്ല വഴിയിലും നടക്കാതെ നടക്കേണ്ടുന്നുള്ള വഴിയിൽ എന്നെ നടത്തുന്ന, എന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന എൻ്റെ ലക്ഷ്യ സഹായി. അതെൻ്റെ ഫ്രണ്ട്സ് അല്ല, എൻ്റെ പ്രവാചകന്മാരല്ല, മാസാമാസം വന്ന് പൈസ മേടിച്ചിട്ട് പോകുന്ന പ്രവാചകന്മാരല്ല, വല്ലപ്പോഴും മാത്രം അന്തർവാഹി പോലെ പൊങ്ങി വരുന്നതായ ദൈവദാസന്മാരല്ല, ഏതോ ഫ്രണ്ട് സർക്കിൾ അല്ല. പകരം സ്തോത്രം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. മൈ ഡെസ്റ്റിനി ഹെൽപ്പർ, എൻ്റെ ലക്ഷ്യ സഹായി. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ: എനിക്കൊരു ലക്ഷ്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ: എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ ഈ നാളുകളിൽ നാം കടന്നു പോകുകയാണ്. ലോകത്തിൽ എന്തും സംഭവിക്കാം. ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഓരോ പാർട്ടികൾക്ക്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കമ്പ്യൂട്ടറിൽ എന്തുണ്ടോ എനിക്കറിയത്തില്ല. എന്നാൽ സ്തോത്രം നരേന്ദ്രമോദിയുടെ കമ്പ്യൂട്ടറിൽ ഇന്ത്യയെ പ്രബലമായിട്ടുള്ള ഒരു ശക്തിയാക്കുവാൻ തക്കോണം ഉള്ളതായ രൂപരേഖ ഉണ്ട് എന്ന് പറയുന്നു. സ്വരാഷ്ട്രീയക്കാർക്ക് പോലും സ്തോത്രം അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. വ്ളാഡിമിർ പുടിന് ഓഫ്കോഴ്സ് നിശ്ചയമായിട്ടും സ്തോത്രം ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഉക്രൈനിൽ ഇപ്പോഴും ആ ഇൻവേഷൻ തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം ഈ നാളിൽ ലോകം എവിടെയായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്തോത്രം ലോകം മിക്കവാറും എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ ആയിരിക്കുന്നു. സ്തോത്രം. അതെ, മിക്കവാറും അതിലോട് നമ്മൾ അടുക്കുകയാണ്. എസെക്കിയേൽ 38-39 അധ്യായങ്ങളോട് നമ്മൾ അടുക്കുകയാണ്. വേദപുസ്തകം ആ പ്രസിദ്ധമായിട്ടുള്ള കാര്യത്തെ ഒരു യുദ്ധമായി പറഞ്ഞിരിക്കുന്നു. ഒരു യുദ്ധത്തിലേക്ക് ലോക ജനത ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ്. കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്. ഗോഗ് മാഗോഗ്. എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുമ്പോൾ സ്തോത്രം ദൈവജനമാകുന്ന ദൈവസഭ ഭൂമിയിൽ കാണുകയില്ല. കാരണം തിരുവചനം പറയുന്നു, ദുഷ്ടമൃഗത്തിന് കുറുപ്രാവിനെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. കുറുപ്രാവാകുന്ന ദൈവത്തിന്റെ സഭയെ, നിങ്ങളെ എന്നെ ദുഷ്ടന്റെ കയ്യിൽ തട്ടിക്കളിപ്പാൻ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. കാരണം ദൈവം സംരക്ഷണയുടെ ദൈവമാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് പിശാചിന്റെ ബോറടി മാറ്റാനല്ല, പകരം തൻ്റെ പദ്ധതിക്കായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. സഭ സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം, അർമഗദോൻ യുദ്ധത്തിന് ശേഷം ഇതാ ലോകത്തിലേതായ സകല സൈന്യ സന്നാഹങ്ങളുമായി റഷ്യ പ്രിയ നഗരമാകുന്ന യെരുശലേമിനെയും ഇസ്രായേലിനെയും ഒരുമിച്ച് വളയുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്തോത്രം. അതെ, റഷ്യ ഒറ്റയ്ക്കല്ല, കൂടെ പേർഷ്യ അഥവാ ഇറാൻ ഉണ്ടായിരിക്കും. നോർത്തേൺ രാജ്യം
രാജാവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നതായ വടക്കേ രാജാവെന്ന് അറിയപ്പെടുന്നതായ ടർക്കി ഉണ്ടായിരിക്കും. അങ്ങനെ സകല അറബ് ലീഗുകളുമായി സ്തോത്രം റഷ്യൻ പട്ടാളം ഒരുമിച്ച് സ്തോത്രം ഇസ്രായേലിനെ വളയും. എന്നാൽ വേദപുസ്തകം കൃത്യവും ശക്തവുമായി പറയുന്നു, അവർ വെറുതെ വരികയല്ല, ദൈവം അവരെ കൊണ്ടുവരികയാണ്. ദൈവപൈതനെ മനസ്സിലാക്കുക, ദൈവം നിന്നെ സഭയിൽ കൊണ്ടുവന്നത് നിന്റെ ജീവിതത്തെ പണിവാണെങ്കിൽ, ദൈവം ആ ജാത്യത്തെ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത് അവനെ അമ്പേ പൊളിക്കുവാനാണ്, അവനെ അമ്പേ തകർക്കുവാനാണ്. എസെക്കിയേൽ 39:2 പറയുന്നു, അവരിൽ 6% മാത്രം ശേഷിക്കും, 6 തകർക്കപ്പെടും. പെർസെന്റേജ് വച്ച് നോക്കിയാൽ 84% ആ സൈന്യം തകർക്കപ്പെടും. 84 സൈന്യം, ലക്ഷോപലക്ഷം സൈന്യം സ്തോത്രം അതെ യെരുശലേമിന് ചുറ്റും ഇസ്രായേലിന് ചുറ്റും തകർക്കപ്പെടും. 6 മാത്രം സ്തോത്രം ദൈവം ശേഷിപ്പിക്കും. കാര്യമെന്ത്? 6 തിരികെ പോയി പറയും, അവനോട് കളിച്ചാൽ നമുക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല. ഞാൻ ഇപ്രകാരം പറയട്ടെ, നിങ്ങളെ തൊടുന്നവൻ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഹല്ലേലൂയ. നിന്നെ ആരാണോ തൊടുന്നത്, തൊടുന്നവന് പൊള്ളും. കാരണം സ്തോത്രം നമ്മുടെ ദൈവം നിനക്ക് ചുറ്റും ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 1 വാക്യം. ഓ സ്തോത്രം, അതി തിരികെ പോകുന്നതായ 6 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 16% പേർ, ആ ലക്ഷോപലക്ഷം ദശലക്ഷക്കണക്കിന് വരുന്നതായ സൈന്യത്തിൽ 84% തകർക്കപ്പെട്ടിട്ട് മടങ്ങിപ്പോകുന്നതായ 16% അവർ പോയി ചൈനയിൽ, റഷ്യയിൽ, ഇറാനിൽ, അതേ വിവിധ രാജ്യങ്ങളിൽ പോയി, ടർക്കിയിലൊക്കെ പോയി പറയും, പിന്നെ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. ഇന്ന് പകൽ തിരുവനന്തപുരത്ത് ഈ വെബ് സ്ട്രീം എവിടെ നിന്ന് നിങ്ങൾ കേട്ടാലും നിനക്കൊരു പരിപാലകനുണ്ട്. താഴെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് അല്ല നിന്റെ പരിപാലകൻ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീണാലും നിന്നോട് അടുത്തു വരുവാൻ കഴിയത്തില്ല. ശക്തനായ ദൈവം, ഉന്നതനായ ദൈവം നിന്നെ സൂക്ഷിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ലോകരാജ്യങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടായിരിക്കാം, അതെല്ലാം പാളിപ്പോകും. ഓ ലോക ജനതയുടേതായ ലക്ഷ്യങ്ങൾ പാറിപ്പോകും. എന്നാൽ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തത് നിന്റെ ഊറ്റമുള്ള കയ്യടി കണ്ടിട്ടല്ല, സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോൾ നിന്റെ പ്രാർത്ഥനയും സ്തുതിയും കേട്ടിട്ട് അപ്പോഴല്ല ദൈവം മനസ്സ് മാറ്റി നിന്നെ തിരഞ്ഞെടുത്തത്. നീ കൊടുക്കുന്നതായ ദശാംശം കണ്ടിട്ടോ, നിന്റെ സ്തോത്ര മാർക്ക് ലിസ്റ്റിന്റെ മാർക്ക് കണ്ടിട്ടോ അല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ മനസ്സിലാക്കുക, നിന്റെ പപ്പ നിന്നെ കാണുന്നതിന് മുൻപ്, നിന്റെ മമ്മി നിന്നെ അറിയുന്നതിന് മുൻപ്, നിനക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുൻപ്, ഈവൻ നീ ജനിക്കുന്നതിന് മുൻപ്, എഫേസ്യർ 1:4 പറയുന്നു, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്ത്. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം ഉളവാകുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഗമണ്ഡം പദ്ധതിക്ക് വേണ്ടി, എൻ്റെ ലോക്കൽ മലയാളമായി പോയി, ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ, ദൈവത്തിനത് സ്തോത്രം പ്രശ്നമുള്ള കാര്യമല്ല. നിന്റെ പാരൻസിന് എഡ്യൂക്കേഷൻ ഉണ്ടോ, നിന്റെ ഭവനം തകർന്നതാണോ, ദൈവം നോക്കുന്നില്ല. ഞെരുക്കത്തിന്റെ അളവിലാണോ നീ കടന്നു പോകുന്നത്, ദൈവത്തിന് അതിന് സ്തോത്രം ദൈവം അത് ഗണ്യമാക്കുന്നില്ല. എന്നാൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിക്ക് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിലയേറിയ ചരിത്ര സംഭവമായി നിന്റെ ഗ്ലാമറിനല്ല, ദൈവത്തിന്റെ ഗ്ലോറിക്ക്, ദൈവത്തിന്റെ മഹത്വത്തിനായി നീ നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഡെസ്റ്റിനിയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. പറഞ്ഞാട്ടെ, ദൈവത്തിന് ഒരു ലക്ഷ്യം ഉണ്ട്. അത് ആ ലക്ഷ്യത്തിൽ എത്തുവാൻ നിന്നെ സഹായിക്കുന്നവനാണ് ദൈവം. ദൈവം നിന്റെ സഹായിയാണ്. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർ ദൈവത്തിന്റെ സഹായം അനുഭവിച്ചിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാണ്. ദൈവത്തിന്റെ സഹായം എല്ലാവരും കൈ ഉയർത്തി. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമെന്ന്.
One way or other ദൈവത്തിന്റെ സഹായം രാത്രിയും പകലും അനുകൂലത്തിനും പ്രതികൂലത്തിനും ദൈവത്തിന്റെ സഹായം അനുഭവിച്ചവരാണ് നമ്മൾ. യെസ്, സ്തോത്രം. അതേ 950ഓളം ദൈവത്തെക്കുറിച്ചുള്ള ടൈറ്റിലുകൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, 950 names and titles in the holy word of God. 950 പേരുകളും സ്തോത്രം തലക്കെട്ടുകളും ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. എലോഹീം, അഡോനായ്, എൽ ഷഡായ്, യഹോവ യിരേ, യഹോവ ഷാമ, യഹോവ റാഫ. സ്തോത്രം. അതേ ഒരു 2 ആഴ്ച പറഞ്ഞാലും തീരത്തില്ലല്ലോ, മണിക്കൂറുകൾ പറഞ്ഞാലും തീരത്തില്ലല്ലോ. അതിൽ ഒന്നാണ് ജഹോവ ഏസർ. ജഹോവ ഏസർ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സഹായി. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ സഹായി. എപ്പൻ ഈസർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ജഹോവ ഏസർ. ജഹോവ ഏസർ എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സഹായി. എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെ, ദൈവം നിന്റെ സഹായി. ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങുന്നവരെ, ദൈവം നിന്റെ സഹായി. വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരെ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ദൈവം നിനക്കായി തുറക്കുവാൻ പോകുന്നു. കാരണം ദൈവം നിന്റെ സഹായി. നമ്മൾ പാടാറുണ്ട് മലയാളത്തിൽ, രോഗശയ്യയിലെനിക്ക് സഹായം. അതേ, ഹിസ്കിയ രാജാവ് വന്നിട്ടുണ്ടെങ്കിൽ പറയുമായിരുന്നു, അത് ശരിയാണ്, നിങ്ങൾ പാടിയത് ശരിയാണ്. അർബുദ വ്യാധി ബാധിച്ച് ഞാനിതാ മരിക്കാൻ കിടന്നപ്പോൾ എൻ്റെ ദൈവം എനിക്ക് സഹായിയായി വെളിപ്പെട്ടു. രോഗശയ്യയിൽ ദൈവം സഹായിയാണ്. ജീവിതത്തിന്റെ കണ്ണുനീർ താഴ്വരയുടെ പോരാട്ടത്തിൽ പോയപ്പോൾ ദാവീദ് പറയുന്നു, ആ താഴ്വരയിൽ ദൈവം എനിക്ക് സഹായിയാണ്. ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ താഴ്വരയിൽ കരഞ്ഞം നിലവിളിച്ച് നീ കടന്നു പോകുമ്പോൾ അപ്പുറത്തെ രാഷ്ട്രീയക്കാരനല്ല നടക്കുന്നത്, പകരം മൾബറി ചെടിയിൽ അതേ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നടക്കും. കാരണം എന്താണ്? ദൈവം പോരാട്ട വേളയിൽ നിന്റെ സഹായിയാണ്. എല്ലാം ചത്തു, എല്ലാം അവസാനിച്ചു, ജീവിതം തീർന്നു എന്ന് പറയുമ്പോൾ അബ്രഹാം പറയും, നോ 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 നോ, ഇത് അവസാനമല്ല. ദൈവത്തിന്റെ സഹായമായി ദൂതന്മാർ വന്നിട്ട് പറയും, ഇപ്പോൾ നിങ്ങൾ 2 പേരാണ്. എന്നാൽ അടുത്ത 12 മാസം കഴിയുമ്പോൾ, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിന്റെ അവസ്ഥ മാറുവാൻ വേണ്ടി പോകുന്നു. ദൂതൻ നിന്റെ ഭാവിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റം വരാൻ പോകുന്നു. ആർക്കും വേണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകலாம். നിന്റെ ഭാവിയിൽ തിരിച്ചറിയാൻ കഴിയാത്തതായ നന്മയുടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. കാണുമെന്ന് ദൈവം സ്തോത്രം നിന്റെ സഹായിയാണ്. ലോക്കൽ രാജാവ് പറഞ്ഞു, നാളെ പത്രോസേ നിന്റെ ശരീരത്തിൽ തല കാണുകയില്ല, മുടിയും സ്തോത്രം അതേ നഖവുമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ മുടിവെട്ടുന്നവരാണ്. ചിലർ മുടിവെട്ടാൻ മറന്നുപോയി. ചില ചെറുക്കന്മാർ വരെ അടുത്ത സെഷനിൽ അമ്മ മുടിവെട്ടാൻ മറന്നവരാണ്. പക്ഷേ സ്തോത്രം അതേ നോക്കണമേ നോക്കണമേ, തിരുവചനം പറയുന്നു, പത്രോസേ നിന്റെ തല കാണുകയില്ല, നിന്റെ തല കാണുകയില്ല. എന്നാൽ സ്തോത്രം പത്രോസ് ഉറങ്ങി. കാരണം എന്ത്? അവനറിയാം, എൻ്റെ ദൈവം എൻ്റെ സഹായിയാണ്. ദൈവം ആ പതിവ് തെറ്റിച്ചില്ല. ദൈവം തൻ്റെ പരിപാടി മാറ്റിവെച്ചില്ല. ദൈവം തൻ്റെ ദൂതനെ ഇറക്കി ആ കാരാഗ്രഹത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ഭീഷണിയുടെ മുറിയിൽ ആരെങ്കിലും അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, സൂപ്പർ നാച്ചുറലായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവിക ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവം നിന്റെ സഹായിയാണ്. ദൈവം നിന്റെ സഹായി. ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് റോക്കറ്റുകൾ സ്തോത്രം പലസ്തീനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഫയർ ചെയ്യുന്നത് നമ്മൾ TV-യിൽ കണ്ടതാണ്. സ്തോത്രം. പക്ഷേ ഒരൊറ്റ റോക്കറ്റ് പോലും അതിൻ്റെ നിർദ്ദിഷ്ട സ്ഥാനത്ത് വിടാതെ, എൻ്റെ ലക്ഷ്യത്തിൽ വിടാതെ ഇസ്രായേൽ സ്തോത്രം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു. ആ ടെക്നോളജിയുടെ പേരാണ് അയൺ ഡ്രോം. അയൺ ഡ്രോം കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അയൺ ഡ്രോം. ആ ഐഡിയ സ്തോത്രം അതേ ആദ്യമായി ഇസ്രായേലിന് ഉണ്ടാകുന്നത് അതേ അമേരിക്ക കൊടുത്തിട്ട് അല്ല. അയൺ ഡ്രോം സ്തോത്രം അതേ അവിടെ മിസൈലുകൾ വരുമ്പോൾ, ശത്രുവിന്റെ മിസൈലുകൾ വരുമ്പോൾ, അവരുടെ റോക്കറ്റ് വരുമ്പോൾ, അവരുടെ സ്വന്തം മിസൈലുകൾ സ്തോത്രം അതേ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടർ സിസ്റ്റം അനുസരിച്ച് സ്തോത്രം പറന്നു പോയി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ തട്ടിമാറ്റുന്നു, അതിനെ തകർത്ത് കളയുന്നു. ആ ഐഡിയ സ്തോത്രം ഇസ്രായേലിനുണ്ടായത് വാഷിംഗ്ടൺ DC-യിൽ നിന്നല്ല. ഫസ്റ്റ് ജോൺ ഹേഗി പറയും, ദൈവജനത്തിന്റെ ഹെൽപ്പ് വരുന്നത് വാഷിംഗ്ടൺ DC-യിൽ നിന്നല്ല. ബ്രദർ സുരേഷ് ബാബു അല്പം പോലും ഭയപ്പെടാതെ പറയട്ടെ, ദൈവജനത്തിന് ഹെൽപ്പ് വരുന്നത് AKG സെന്ററിൽ നിന്നല്ല, ദൈവത്തിന്റെ സ്തോത്രം അതേ സിംഹാസനത്തിൽ നിന്നത്രേ.
So what happened? സ്തോത്രം അതെ. 1967 6-day war, 6 ദിവസ യുദ്ധം നടക്കുമ്പോൾ 13 അറേബ്യൻ രാജ്യങ്ങൾ, 13 സ്തോത്രം അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ചെറിയ ഇസ്രായേലിനെ തകർത്ത് കളയും എന്ന് പറഞ്ഞ് വമ്പൻ സൈന്യമായി കടന്നു വന്നു. സ്തോത്രം ഇറാഖ് ഉൾപ്പെടെ, സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് ഉൾപ്പെടെ മിസൈലുകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നപ്പോൾ ശ്രദ്ധിക്ക്, വളരെ ശ്രദ്ധിക്ക്. സൂപ്പർ നാച്ചുറൽ, ഞാൻ എൻഡ്രോം കണ്ടുപിടിച്ചിട്ടില്ല അന്ന്. സ്തോത്രം മിസൈൽ വേധന തോക്കുകളൊന്നും ഇസ്രായേൽ വിന്യസിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ നാച്ചുറൽ ഇസ്രായേലിന് മുകളിലൂടെ പറന്നു വന്ന ടെൽ അവീവ് എന്ന അന്നത്തെ അവിടെ ക്യാപിറ്റൽ നേരെ വന്നതായ ആ മിസൈലുകളെ അദൃശ്യമായ ഒരു ശക്തി, അദൃശ്യമായ ഒരു കരം അതിനെ തട്ടി അതേ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മധ്യധരണി ആടിയിൽ തട്ടിയിട്ട് സ്തോത്രം കടന്നു വരുന്നതായ മിസൈലുകളെ ഇതാ ഇടതും വലതും ആ സ്തോത്രം അത്ഭുതത്തിന്റെ കരം, ഒരു അദൃശ്യമായ കരം തട്ടി മാറ്റിയിട്ട് അവർക്ക് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്. ശത്രുക്കൾ അമ്പരന്ന്, യഹൂദൻ കൺഫ്യൂസായി. സ്തോത്രം ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? അവർക്ക് മനസ്സിലായി അത് ദൈവത്തിന്റെ കരം ആയിരുന്നു. ദൈവത്തിലെ ഞാൻ ചരിത്രം പറവാനല്ല വന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കപ്പെടുന്നു. ശത്രു ഇന്നലകളിൽ നിനക്കെതിരെ ആയുധം ഉണ്ടാക്കി. ഒരു ശത്രു ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ശത്രു പരാജയപ്പെടാനായി മാത്രം ജീവിക്കുന്നവനാണ്. നാണം കെട്ട സാത്താൻ കേൾക്കട്ടെ, ഒരിക്കൽ കൂടെ പറയട്ടെ, ശത്രുവേ നീ പരാജയപ്പെടാൻ വേണ്ടി മാത്രം ഊടാടി നടക്കുന്നവനാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നും എപ്പോഴും ജയിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ പരാജയം ഇല്ല, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പരാജയം ഇല്ല. അതുകൊണ്ട് നിനക്ക് പരാജയവും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്തോത്രം. ഇസ്രായേൽ അന്ന് മനസ്സിലാക്കി 1967 ലോഹോ അപ്പോൾ ഈ മിസൈലുകൾ കടന്നു വരുമ്പോൾ അതിനെ തട്ടിമാറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അത് കണ്ടുപിടിക്കണമല്ലോ. അതാദ്യമായി അമേരിക്കയേക്കാൾ, റഷ്യയേക്കാൾ, മറ്റ് ഏത് രാജ്യത്തെക്കാൾ ഇസ്രായേൽ കണ്ടുപിടിച്ചു. കാര്യം വന്ന് ദൈവം നിന്റെ സഹായി യഹോവ ഏസർ. ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറലി മറ്റാരെ കൊണ്ടും കഴിയാത്ത ദൈവിക സഹായം നിനക്കുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. ഡെസ്റ്റിനി ഹെൽപ്പർ, ദൈവം നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന, ദൈവിക ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ദൈവിക സഹായിയാണ്. Probably you are asking me, what do you mean by destiny? എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്? എഴുതിയെടുക്ക്. Destination in God is called your destiny. Destination in God, ദൈവം നിന്നെ വിളിച്ചതായ ആ ഡെസ്റ്റിനി, അതാണ് നിന്റെ ലക്ഷ്യം. സ്തോത്രം. ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് 4 പിള്ളേരുണ്ടായി അമേരിക്കയുടെ പ്രദേശത്തേക്ക് മാറി താമസിക്കുന്നതല്ല നിന്റെ ലക്ഷ്യം. സ്തോത്രം. കുറച്ച് പൈസ സമ്പാദിക്കുന്നതും ഫോറിൻ പാസ്പോർട്ട് നേടുന്നതുമല്ല നിന്റെ ലക്ഷ്യം. ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പദ്ധതിയാണ് നീ വ്യക്തിയായി, കുടുംബമായി നിന്റെ ദൈവിക ലക്ഷ്യം. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തെ എത്തിപ്പാൻ വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതേ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആവശ്യം. സ്തോത്രം. ആ ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായി നിനക്ക് ആവശ്യം. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര ആത്മീയ ശക്തി ഉള്ളവരാണെങ്കിലും, എത്ര ദർശനമുള്ളവരാണെങ്കിലും, എത്ര അനോയിന്റിംഗ്, എത്ര അഭിഷേകത്തിലുള്ളവരാണെങ്കിലും, മണ്ണിൽ നടക്കുന്ന സകലർക്കും സ്തോത്രം വിണ്ണിന്റെ കരുതലാകുന്ന ദൈവിക ലക്ഷ്യ സഹായി ആവശ്യം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വിണ്ണിന്റെ സഹായം, അതായത് സ്വർഗത്തിന്റെ സഹായമാണ് നിങ്ങളുടെയും എൻ്റെയും ലക്ഷ്യ സഹായി. ദൈവത്തിന്റെ വലിയൊരു കരുതലാണ് ഡെസ്റ്റിനി ഹെൽപ്പർ. ദൈവത്തിന്റെ വലിയൊരു സഹായം, ദൈവത്തിന്റെ വലിയേറിയ കരുതലാണ്. സ്തോത്രം. അതേ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ ദൈവത്തിന്റെ കരുതലാണ്. ദൈവത്തിന്റെ കരുതൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ദൈവത്തിന്റെ കരുതൽ? സ്തോത്രം. ദൈവത്തിന്റെ കരുതലാണ്. വിണ്ണിൽ നിന്ന് മനുഷ്യപുത്രനായി മണ്ണിൽ യേശു വന്നപ്പോൾ അവന് പോലും സ്തോത്രം. അതേ ചില സഹായങ്ങൾ, ഡെസ്റ്റിനി ഹെൽപ്പർ യേശുവിന് പോലും ആവശ്യമായിരുന്നു. ഓഹോ, അങ്ങനെ ബൈബിൾ പറയുന്ന സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ അവൻ വന്നപ്പോൾ അവന് പോലും സ്തോത്രം അതേ സഹായം ആവശ്യമായിരുന്നു. വായ് ദൈവപുത്രന് സഹായം എന്തിനാ ആവശ്യം? ദൈവം എല്ലാവരെയും സഹായിക്കുന്നവനല്ലേ? ദൈവം മനുഷ്യരെ സഹായിക്കുന്നവനല്ലേ? പിന്നെ എന്തിനാണ് അവന് സഹായമായ ആവശ്യമായിരിക്കുന്നത്? ശ്രദ്ധിക്കുക. ഒരു വശത്ത് ഹി വാസ് ടോട്ടൽ ഡിവൈൻ, മറുവശത്ത് ഹി വാസ് ടോട്ടൽ ഹ്യൂമൻ. ഒരു വശത്ത് അവൻ സ്തോത്രം പൂർണ്ണമായി ദൈവ
ദൈവപുത്രൻ, മറുവശത്ത് അവൻ മനുഷ്യപുത്രൻ. അവന് സഹായം ആവശ്യമെന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യപുത്രനായതുകൊണ്ട് എല്ലാ മനുഷ്യരും കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ആരെങ്കിലും കൈ ചലിപ്പിച്ചെങ്കിൽ വാലുണ്ടോ എന്ന് നോക്കിയാട്ടെ. ഓക്കെ, കമാൺ, ഹല്ലേലൂയ. നോക്കിയാട്ടെ, സ്തോത്രം. അതെ, മനുഷ്യർക്ക് സഹായം ആവശ്യമാണ്. എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന നിരാശയാണ്. നിനക്ക് വേണം, യു നീഡ് റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. നിനക്ക് വേണ്ടിയത് ഗോസിപ്പ് പറയുന്ന വ്യക്തികളല്ല. നിനക്ക് വേണ്ടിയത് പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളല്ല. നിന്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി നിന്നെ പൊളിച്ചിട്ട് പോകുന്ന സ്തോത്രം ഇസബേലുകളല്ല നിനക്ക് വേണ്ടിയത്. യു നീഡ് ദ റൈറ്റ് പീപ്പിൾ. ശരിയായ വ്യക്തികൾ, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്ന ശരിയായ വ്യക്തികൾ നിനക്ക് ആവശ്യം. ശരിയായ വ്യക്തികൾ. യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അതേ സ്തോത്രം എന്നെ ഗർഭത്തിൽ ചുമപ്പാൻ ഒരു അമ്മാവൻ ആവശ്യമായിരുന്നു. യേശുവിനെ സ്തോത്രം അതേ സംരക്ഷിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനും തിരികെ നാസറത്തിൽ കൊണ്ടുവന്ന് പാർപ്പിപ്പാനും അതിനൊരു വളർത്തച്ഛനായി ഒരു യോസെഫ് ആവശ്യമാണ്. യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ സ്തോത്രം ഒരു യോഹന്നാൻ അവന് ആവശ്യമാണ്. യെശയ്യാ 40:3 പറയുന്നു, സ്തോത്രം അതെ, ടു പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്. കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്ന ആ യോഹന്നാൻ യേശു ആവശ്യമാണ്. സ്തോത്രം. പിതാവായ ദൈവം ഒരു മറിയെ യേശുവിന് കൊടുത്തു എങ്കിൽ, പിതാവായ ദൈവം ഒരു യോസെഫിനെ യേശുവിന് കൊടുത്തുവെങ്കിൽ, പിതാവായ ദൈവം ഒരു യോഹന്നാൻ സ്നാപകനെ സ്തോത്രം അതെ 6 മാസം മൂത്തവനായി യേശുവിന് മുൻപായി കൊടുത്തു എങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ആവശ്യം ഡെസ്റ്റിനി കില്ലേഴ്സ് അല്ല നിനക്ക് വേണ്ടിയത്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആണ് നിനക്ക് വേണ്ടിയത്. നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തകർക്കുന്നവ സ്തോത്രം അതെ ദലൈലമാരിയല്ല നിനക്ക് വേണ്ടിയത്. നിന്റെ ലക്ഷ്യത്തിൽ കൈപിടിച്ച് എത്തിക്കുന്ന ഹോളി റിലേഷൻസ്, വിശുദ്ധ ബന്ധങ്ങൾ, ദൈവത്തിന്റെ കരുതലുകളാണ് നിനക്ക് വേണ്ടിയത്. പ്രധാനമായി ഈ ദൂതൻ ഞാൻ പ്രസംഗിക്കുന്നത് അടുത്ത ജനറേഷന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അടുത്ത യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവ് താമസമാണ് എങ്കിൽ 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ, സ്തോത്രം, ദൈവത്തിന് കൃപയാൽ സ്വർഗത്തിന്റെ ടോട്ടൽ പാക്കേജുമായി നിന്റെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ എഴുന്നേറ്റ് തല ഉയർത്തി നിൽക്കുന്നത് നീ കാണുവാൻ വേണ്ടി പോകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടേ. അതെ, നിനക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് കൊന്നുകളയുന്ന ഡെസ്റ്റിനി കില്ലേഴ്സിനെ അല്ല വേണ്ടിയത്. നമുക്ക് ഇസബേലുമാരെ വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലും തീ വീഴട്ടെ. ചില വ്യക്തികൾക്ക് നമ്മളോട് അടുക്കുവാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം, നമുക്ക് തേനുള്ളത് കൊണ്ടല്ല, നമുക്ക് തീയുള്ളത് കൊണ്ട്. ദൈവഹിതമില്ലാത്ത സകലതും മാറി നിൽക്കട്ടെ. പലരും നമ്മളോട് കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടക്കത്തില്ല. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് വേറെയാണ്. ഒരിക്കലും സ്തോത്രം അതെ കാക്കയ്ക്ക് കഴുകന്റെ കൂടെ പറക്കുവാൻ കഴിയത്തില്ല. ആരെയും ആമേൻ പറഞ്ഞാട്ടെ. പലരും നിന്നോട് കണക്ട് ചെയ്യാൻ നോക്കി, പലരും നീ എന്നോട് ഒട്ടിച്ചേരാൻ നോക്കി, പലരും അവരുടേതായ ഗാർബേജും കൊണ്ട് നിന്റെ അടുക്കലേക്ക്, അവരുടെ ചവറ്റ് കൊട്ടയും കൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്നാൽ നോക്കി. എന്നാൽ സ്തോത്രം, ദൈവം സമ്മതിച്ചില്ല. കാരണം അവർ ഭൂമിയിലുള്ളത് പറയുമ്പോൾ, ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോൾ, ഭൂമിക്ക് വേണ്ടി കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ മണ്ണിൽ നടക്കുന്നവരെങ്കിലും നമ്മൾ വിണ്ണിന്റെ പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇസബേലുമാരെ വേണ്ട, നമുക്ക് ദലീലമാരെ വേണ്ട. സ്തോത്രം അതെ, ശൈശവ പ്രായത്തിലെ വളർന്നു തുടങ്ങുമ്പോഴേ തലവെട്ട് മിനിസ്ട്രി ഇന്റർനാഷണൽ എന്ന് പറയുന്ന തലവെട്ടുന്ന ഹെരോദുമാരെ നമുക്ക് വേണ്ട. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഗൂഢാലോചനയിൽ നിറയപ്പെട്ട അസൂയ വിത്തുകളായിരിക്കുന്ന കയ്യഫാവും അന്നാസും നമുക്ക് വേണ്ട. അതെല്ലാം ഡെസ്റ്റിനി കില്ലേഴ്സ് ആണ്. സ്തോത്രം, നിന്റെ ഭരിച്ച് മുടിക്കുന്നതായ ഫറവോന്മാരെ നിനക്ക് വേണ്ട. ചിലരുടെയൊക്കെ തല കുനിഞ്ഞെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കാലം ദൈവഹിതമില്ലാത്ത എല്ലാം അകന്ന് നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത എല്ലാ വാദങ്ങളും അടയട്ടെ. ദൈവഹിതമില്ലാത്തതെല്ലാം ഫോണിൽ നിന്നും മെയിലിൽ നിന്നും മാറി നിൽക്കട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാ വാദങ്ങൾ അടയട്ടെ. ദൈവഹിതമുള്ളത് മാത്രം ഇന്ന് പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഡെസ്റ്റിനി കില്ലേഴ്സ് അല്ല വേണ്ടിയത്. ഇന്ന് പകൽക്കാലം നിന്റെ കുട്ടികൾ റോങ് റിലേഷൻഷിപ്പിൽ കുടുങ്ങി കിടക്കുന്നു എങ്കിൽ, നിന്റെ ഭർത്താവ് തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഇത് എന്റെ ദൂതല്ല, ദൈവത്തിന്റെ ദൂതാണ്. പല ആഴ്ചകളായി കർത്താവ് എനിക്ക് നൽകിയത്. കർത്താവ് പറഞ്ഞു, പോയി പറ, യേശുവിൻ നാമത്തിൽ ശത്രുവിന്റെ പാളയത്തിൽ ഇന്ന് പകൽക്കാലം ഒരു കൺഫ്യൂഷൻ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു.
വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ചൂണ്ടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലെ തെറ്റായ ബന്ധങ്ങളും തെറ്റായ പരിപാടികളും കിടക്കുന്നത് സകലത യേശുവിന്റെ നാമത്തിൽ അതേ സ്തോത്രം സ്വതന്ത്രമാകട്ടെ. തെറ്റായ കൂട്ടുകെട്ടുകൾ ഒടയട്ടെ യേശുവിന്റെ നാമത്തിൽ. തെറ്റായ അഡിക്ഷൻസ് ഒടയട്ടെ യേശുവിന്റെ നാമത്തിൽ. തെറ്റായ കമ്പ്യൂട്ടർ ഗെയിംസ് തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ, യേശുവിന്റെ നാമത്താൽ ഇന്ന് പകൽക്കാലം സകലരെ പറയുന്ന ഞാനും കേൾക്കുന്ന ജനവും ശുദ്ധീകരിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാടെ എല്ലാ അടിമ തുന്നുകങ്ങളും യേശുവിൻ നാമത്തിൽ ഉടയപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാ ഇൻഫ്ലുവൻസുകൾ, എല്ലാ ഈവിൾ ഇൻഫ്ലുവൻസുകൾ, പൈശാചിക സ്വാധീനങ്ങൾ നാസറേയ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ, ദൈവിക ബന്ധാവുകൾക്കെതിരെ കുതിരകളെ കഴുതകളാക്കുന്ന പിശാചിന്റെ സകല അതേ സ്വാധീനങ്ങളും മനുഷ്യന്റെ കുബുദ്ധികളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അതേ ലോർഡ്, ഇന്ന് പകൽക്കാലം സ്തോത്രം ഞങ്ങളെ സംരക്ഷിച്ചാട്ടെ. ഡെസ്റ്റിനീസ് കില്ലേഴ്സിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിലേക്ക് ഞങ്ങളെ കണക്ട് ചെയ്താട്ടെ. ദൈവം നിന്റെ മഹത്വത്തിൽ മൂടുമ്പോൾ ശത്രുവിന് അന്ധത പിടിപ്പിക്കുകയാണ്. എലിശായുടെ ആ കാലത്ത് സ്തോത്രം അതേ എനിമി ശത്രു കടന്നു വരികയാണ്. സിറിയൻ ആർമി കടന്നു വന്ന് എലിശായെ പിടിപ്പാൻ വേണ്ടി നോക്കുമ്പോൾ മഹത്വത്തിന്റെ സൈന്യം ആ പട്ടണം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ശത്രുവിനെ അവരെ കാണുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ ശത്രുവിനെ കാണുവാൻ കഴിയാതെ ബ്രാൻഡഡ് ഡ്രസ്സിലല്ല, ദൈവത്തിന്റെ വിലയേറിയ മഹത്വത്തിൽ ദൈവം നമ്മെ പൊതിയുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു കാണാതെ വണ്ണം, ഹല്ലേലൂയ, സ്തോത്രം തെറ്റിദ്ധാരണകൾ കാണാതെ വണ്ണം, ദുഷ്ടന്റെ ആയുധങ്ങൾ കാണാതെ എന്നെ പൊതിഞ്ഞാട്. വലത് കരങ്ങളെ സ്വന്തം സ്തോത്രം തലമേൽ വെച്ച് പറഞ്ഞാട്, കർത്താവ് എന്നെ പൊതിഞ്ഞാട് പറഞ്ഞാട്. മഹത്വത്തിൽ പൊതിഞ്ഞാട്, മഹത്വത്തിൽ പൊതിഞ്ഞാട്. ഈ ദൂതുവാച സ്തോത്രം ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, മഹത്വത്തിൽ ദൈവം പൊതിയുമ്പോൾ ദുഷ്ടന്റെ ശത്രുവിന്റെ മുൻപിൽ നീ ഇൻവിസിബിൾ ആകുന്നു. എന്നാൽ അതേ സമയത്ത് നിന്റെ ലക്ഷ്യ സഹായിയുടെ മുൻപിൽ നീ വിസിബിൾ ആകുന്നു. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ ലക്ഷ്യ സഹായിയുടെ മുൻപിൽ സ്തോത്രം നീ ലൈം ലൈറ്റിലാകിയാണ്. ഓ, ഇങ്ങനെ ഒരാളുണ്ടല്ലേ, ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടല്ലേ, ഇങ്ങനെ സ്തോത്രം അതേ നല്ല 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 ഒരു ജോലിക്കാരനുണ്ടല്ലേ, ഇങ്ങനെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളുണ്ടല്ലേ എന്ന് പറഞ്ഞ റൈറ്റ് ആയിട്ടുള്ള ജനത്തിന്റെ നടുവിൽ സ്തോത്രം നീ തെളിഞ്ഞു വരുന്നു. തെറ്റായ ജനത്തിന് നിന്നെ കാണാൻ കഴിയാതെ വണ്ണം, ഈ സൂര്യനെ കാണാൻ കഴിയാതെ കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ ഓ ദുഷ്ടൻ അന്ധത പിടിക്കുന്ന പകലാകട്ടെ. ഇത് ശത്രു അന്ധത പിടിക്കട്ടെ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഡെസ്റ്റിനി കില്ലേഴ്സ് കാണാതെ നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നതായ ആ ദുഷ്ടന്റെ സ്തോത്രം ആയുധവർഗങ്ങൾ കാണാതെ ദൈവം നിന്നെ മറക്കട്ടെ. അതേ സമയത്ത് സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എത്തിക്കുന്നവർ ദൈവകൃപയാൽ നിന്റെ ജീവിതത്തെ സ്തോത്രം വെളിപ്പെടുത്തട്ടെ. ഇതൊരു വെളിപ്പാടല്ലേ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു വെളിപ്പാടാണ്. ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, the level of revelation will give you the level of elevation. എത്രത്തോളമാണോ റെവലേഷൻ ദൈവം നിനക്ക് തരുന്നത്, എത്രത്തോളമാണോ നിന്റെ ലൈഫിൽ വെളിപ്പാട് കിട്ടുന്നത്, അത്രത്തോളമാണ് നീ ഉയരങ്ങളിൽ പണിയപ്പെടുന്നത്. അത്രത്തോളമാണ് നീ ഉയരങ്ങളിൽ പണിയപ്പെടുന്നത്. നീ പണിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊണ്ടല്ല, അപ്പനുണ്ടാക്കി വെച്ച ലക്ഷങ്ങളും കോടികളും കൊണ്ടല്ല നീ പണിയപ്പെടുന്നത്. സ്തോത്രം. യേശു കർത്താവ് പത്രോസിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അർത്ഥം, ദൈവം ദൈവത്തിൻ്റെ മക്കളാക്കുന്ന നിങ്ങളെയും എന്നെയും പണിക്കുന്നത് പണത്തിലല്ല പഠിക്കുന്നത്, സൗന്ദര്യത്തിലല്ല പഠിക്കുന്നത്, ജാതി പറഞ്ഞല്ല പഠിക്കുന്നത്, സംഘടനയും ഉപദേശവും പറഞ്ഞല്ല പഠിക്കുന്നത്. പകരം വെളിപ്പാടിൽ പണിയുകയാണ്. വെളിപ്പാടിൽ പണിയുന്ന സ്തോത്രം. അതേ വെളിപ്പാടിൽ എത്രത്തോളം നീ പണിയപ്പെടുന്നു അത്രത്തോളം നീ ഉയർത്തപ്പെടാൻ വേണ്ടി പോകുന്നു. നിന്റെ ഉയർച്ച ഏഷ്യ മുഴുവൻ കാണട്ടെ. നിന്റെ ഉയർച്ച സ്തോത്രം യൂറോപ്പ് അനുഭവിക്കട്ടെ. നിന്റെ ഉയർച്ച അമേരിക്കയ്ക്ക് അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതേ നിന്റെ ഉയർച്ച ആഫ്രിക്കയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകി തരട്ടെ. Come on people, വാ, കേറി വാ. അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഐഡിയലല്ല നീ നിൽക്കുന്നത്. നീ വാ തുറന്ന് പറഞ്ഞാൽ മുഴുവൻ വെളിപ്പാടായിരിക്കും. നീ ചിന്തിക്കുന്നത് മുഴുവൻ വെളിപ്പാടായിരിക്കും. നീ എഴുതുന്നത് വെളിപ്പാടായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പാടിന്റെ കലവറകളായി ഈ ജനമായി തീരട്ടെ.
The level of your revelation will give the level of your elevation. The level of your revelation will give you the level of your elevation. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഉയരുന്ന സീസണാണിത്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം, ഞാൻ ഉയരുന്ന സീസണാണ്. കാരണം ഇന്ന് പകൽക്കാലം ഈ 3-ാം മാസത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അതേ, നീ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. അതെ, ഈ മാർച്ച് മാസം 13-ാം തീയതി ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഈ ദൂത്, സ്തോത്രം, ഒരു ഇടി മുഴക്കം പോലെ നിന്റെ ലൈഫിൽ ദൈവം കേൾപ്പിച്ചിട്ടിരിക്കുന്നു. ഇത് നിന്റെ ഉയർച്ചയുടെ സമയമാണ്. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് എന്തുകൊണ്ട് ഉയർന്നില്ല? ആ റൈറ്റ് പീപ്പിൾ നിന്റെ മുൻപിൽ കണക്ട് ആയില്ല. ആ റൈറ്റ് പ്രപ്പോസൽ നിന്റെ കുഞ്ഞിന് വന്നില്ല. ആ റൈറ്റ് ആയിട്ടുള്ള ഡോറ് അത് ഓപ്പൺ ആയിട്ടില്ല. ആ റൈറ്റ് ആയിട്ടുള്ള ജോബ് ഒരുങ്ങിയിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് ചക്കയുടെയും മാങ്ങയുടെയും സീസൺ അല്ല, ഇത് ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും സീസൺ അല്ല. ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ സംതിങ് ഗ്രേറ്റ്, സംതിങ് പ്രൊഫൗണ്ട് നിന്റെ മുൻപിൽ ദൈവകൃപയാൽ വെളിപ്പെടുവാൻ പോകുന്നു. ഒരു മനുഷ്യൻ പാഴാക്കി, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പല വർഷങ്ങൾ പാഴായി. 1-2 വർഷമല്ല ആ മനുഷ്യനെ പാഴായത്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവൻ പറയുന്നു, ആ കൊളക്കരയിൽ കിടന്ന് 38 വർഷം എനിക്ക് പാഴായി. 2 വർഷം കൂടിയാണെങ്കിൽ 40 വർഷമായി. ആൾമോസ്റ്റ് ഒരു തലമുറ അവന് വേസ്റ്റായി. 38 വർഷം അവന് പാഴായി. ഞാനായിരുന്നെങ്കിൽ അവനോട് ചോദിച്ചേനെ, പറ, എന്തുകൊണ്ടാണ് വർഷങ്ങൾ നിനക്ക് പാഴായത്? 2021 ഒന്നും നടന്നില്ല, 2020 ഒന്നും നടന്നില്ല, 2019 ഒന്നും നടന്നില്ല, 2018 ഒന്നും നടന്നില്ല. അതെ, വെറുതെ 12 മാസം തള്ളുകയാണ്, വെറുതെ വർഷങ്ങൾ പോകുകയാണ്, ഒന്നും നടന്നില്ല. ഹേ പറ മിസ്റ്റർ, നിന്റെ പേരെനിക്കറിയത്തില്ല. നിന്റെ പ്രശ്നത്തിലാണ് നിന്റെ പേരായി ഞങ്ങൾ പറയുന്നത് പക്ഷപാതക്കാരൻ. ഇവിടെ നടക്കുന്ന പക്ഷപാതക്കാരുണ്ട്, ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച്. ഇവിടെ സ്തോത്രം ചലിക്കുന്ന പക്ഷപാതക്കാരുണ്ട്. ജീവിതം, സ്തോത്രം, പക്ഷപാതമാണ്. ജീവിതത്തിലൊന്നും നടക്കുന്നില്ല. ആ പക്ഷപാതക്കാരനോട് ഞാൻ ചോദിച്ചു, പറ, എന്തുകൊണ്ടാണ് നിന്റെ ലൈഫിൽ ഒന്നും നടക്കാത്തത്? അവൻ പറയും, സ്തോത്രം, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഈ വെള്ളത്തിലിറങ്ങാൻ എന്നെ സഹായിപ്പാൻ ആരുമില്ല. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നെ ഈ വെള്ളത്തിലിറങ്ങാൻ സഹായിപ്പാൻ ആരുമില്ല. അതിൻ്റെ പേരാണ് ഡെസ്റ്റിനി ഹെൽപ്പർ. എന്നെ, സ്തോത്രം, ലക്ഷ്യത്തിലേക്ക് ഇറക്കാൻ ആരും ഇല്ല. അർത്ഥം, സ്തോത്രം, ഭൂമിയിൽ നിൽക്കുമ്പോൾ കർത്താവ് ചില വ്യക്തികളെ നിന്റെ മുൻപിൽ കൊണ്ടുവരും. കർത്താവ്, സ്തോത്രം, അർദ്ധരാത്രി 12 മണിക്ക് മകനെ എന്ന ബേസ് ശബ്ദത്തിൽ, സ്തോത്രം, സഹായത്തിന് വേണ്ടി ഇറങ്ങി വരും എന്നല്ല ഞാൻ പറയുന്നത്. ദൈവമുണ്ട്, സ്തോത്രം, ഗോഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ, പ്രകൃത്യാതീതനായ ദൈവം നാച്ചുറൽ പീപ്പിളിലൂടെ നിന്റെ ലക്ഷ്യത്തിലെത്തിപ്പോൾ നിന്നെ സഹായിപ്പാൻ പോകുന്നു. Hallelujah. God of extraordinary miracles is going to use the ordinary people to get into your destiny. നിന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ അസാധാരണക്കാരനായ ദൈവം സാധാരണ മനുഷ്യരെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ പാരാലിസിസ് കഴിഞ്ഞ് ഒന്നും നടന്നില്ല എന്ന് പറയുന്ന പല്ലവി നിന്നിൽ നിന്ന് മാഞ്ഞു പോകാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ നീ പോടി കൂടെ എഴുന്നേറ്റ് പറയും, വല്ലോം നടക്കുമെങ്കിൽ എനിക്കേ നടക്കത്തുള്ളൂ. എന്നിൽ നടന്നില്ലെങ്കിൽ വേറെ ആരിലും നടക്കത്തില്ല. എന്റെ വീട്ടിൽ നടന്നില്ലെങ്കിൽ വേറെ ഒരു വീട്ടിലും സംഭവിക്കത്തില്ല. എന്റെ ചർച്ചിൽ നടക്കുന്നെങ്കിൽ വേറെ ഒരു ചർച്ചിലും നടക്കുന്നില്ല. വല്ലതും നടക്കുന്നെങ്കിൽ എന്നിൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം എന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ ആകുന്ന പരിശുദ്ധാത്മാവ്, അവൻ ഭാരത ഈ ദിവസങ്ങൾ സൂപ്പർ നാച്ചുറൽ എനിക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. പലതെനിക്ക് വേണ്ടി ഒരുക്കുകയാണ്. 3 പേരെ തൊട്ട് മുഖത്ത് നോക്കി പെട്ടെന്ന് പറഞ്ഞാട്ടെ, വലിയ ഒരുക്കം നടക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, വലിയ ഒരുക്കം നടക്കുകയാണ്. യേശു കർത്താവിന്റെ ജനനത്തിന് വേണ്ടി പരിശുദ്ധാത്മ പലതും ഒരുക്കിയുണ്ടായി. നീറോസ് കൈസർ റോമിൽ ഇരിക്കുന്നു, പിലാത്തോസ് ഗവർണറായിരിക്കുന്നു, അതേ ഹെരോദാവ് സിംഹാസനത്തിലിരിക്കുന്നു, അന്നാവ് ഹയ്യഭാവം മഹാപുരോഹിതന്മാരായിരിക്കുന്നു. ഇരുത്തേണ്ടമാരെ എല്ലാം ഇരുത്തി, ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ചു. മനസ്സിലാക്ക്, ഇരുത്തേണ്ട
ഇരുത്തേണ്ടതെല്ലാം ഇരുത്തി, സ്തോത്രം അതെ ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ച്, അപ്പോൾ നിയമം മാറി പുതിയൊരു നിയമം വരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണം, ജനസംഖ്യ എടുക്കണം. അപ്പൊ കർത്താവ് പറഞ്ഞു, ബിഹൈൻഡ് ദ സീൻ, തിരശ്ശീലയ്ക്ക് പിൻപിൽ ഞാൻ അവന്മാരെ ഇരുത്തിയത് അവർക്ക് വേണ്ടിയല്ല, ഞാൻ ഇരുത്തിയത് എൻ്റെ മകൻ കാല സമ്പൂർണതയിൽ ഈ ലോകത്തിൽ അവതരിപ്പാൻ വേണ്ടിയാണ്. ഇൻ ജീസസ് നെയിം. കേരളത്തിൽ ചിലത് സംഭവിച്ചത്, വടക്കേ ഇന്ത്യയിൽ ചിലത് ദൈവം സംഭവിക്കുന്നത് ഹല്ലേലൂയ പാവകളി പോലെ ബിഹൈൻഡ് ദ സീൻ ആണിപ്പടുത്തുള്ള അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം സൂപ്പർ നാച്ചുറലി പലത് നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. വലത് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ചു പറ, ക്രമീകരണം. യേശുവിന്റെ ജനനത്തിങ്കൽ, യേശുവിന്റെ ജീവിതത്തിങ്കൽ, യേശുവിന്റെ മരണത്തിങ്കൽ, ഉയർപ്പിൽ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ വൻകരം സ്തോത്രം അതേ കൂടെ ഉണ്ടായിരുന്നത് പോലെ ഇത് പകൽക്കാലം മനസ്സിലാക്കുക. നീ വന്ന് കയറിയത് പോലെയല്ല ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്തത് പോലെയല്ല ഈ സർവീസ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരു അത്ഭുതത്തിന്റെ കരം നിന്റെ ഡെസ്റ്റിനിയിൽ, നിന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ നിനക്കായി ഇതാ നീട്ടപ്പെടുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂല വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്. ആമേൻ. സ്തോത്രം. അതെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ സകലതും ക്രമീകരിച്ചതുപോലെ ഈ ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം. വിബ്ജിയാർ എന്ന് പറഞ്ഞാൽ മഴവില്ലിൽ 7 നിറമുള്ളതുപോലെ സൂപ്പർ നാച്ചുറലി നീ ഒഴിഞ്ഞവനായിട്ടല്ല, നിറഞ്ഞവനായി, അത് ഒഴിഞ്ഞവനായിട്ടല്ല, തകർന്നവനായിട്ടല്ല, നനഞ്ഞവനായിട്ടല്ല, ദുഃഖിച്ചവനായിട്ടല്ല, നിരാശപ്പെട്ടവനായിട്ടല്ല, മഴവില്ലിന്റെ ശോഭ എന്ന പോലെ ഈ തലമുറയിൽ തല ഉയർത്തി നിൽപ്പാൻ മഴവില്ലിന്റെ ശോഭ പോലെ. ആർക്ക് വേണ്ടയോ? മഴവില്ലിന്റെ ശോഭ പോലെ സപ്തവർണ്ണങ്ങളിൽ നീ നിൽക്കുവാൻ, 7 നിറങ്ങളിൽ നിൽക്കുവാൻ, 7 തരത്തിലുള്ള ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ, 7 തരത്തിലുള്ളതായ സ്തോത്രം ലക്ഷ്യ സഹായികളെ നിന്റെ മുറ്റത്ത് ദൈവം കൊണ്ടുവരുവാൻ പോകുന്നു. നിന്റെ ലിവിംഗ് റൂമിൽ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഫോണിൽ അവിടെ കോൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യും. നിന്റെ മെയിൽ സർപ്രൈസ് മെയിലുകൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നീ പോലും അറിയാതെ ദൈവം നിനക്ക് വേണ്ടി ഒരു ബൈവേ അല്ല ഒരു ഹൈവേ ഒരുക്കുവാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ആരോടാ ഞാൻ പ്രവചനത്തിന്റെ പഞ്ചിൽ പറയുന്നത്? ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പലത് നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സർപ്രൈസായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശബ്ദമുള്ളവൻ കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന ദൈവത്തെ ആരാധിക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് സ്തോത്രം യേശു കർത്താവിന് വേണ്ടി സകലതും ക്രമീകരിച്ചതുപോലെ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ഗ്ലാമറിന് വേണ്ടിയല്ല, നിന്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി. എത്ര പേർ ആമേൻ പറയുക? തിന്നാലും കുടിച്ചാലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും സ്തോത്രം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി. ചിലർ തിന്നത്തില്ല കുടിക്കത്തില്ല എന്ന് തോന്നുന്നു. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. തിന്നാലും കുടിച്ചാലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. സ്തോത്രം. 7 ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ, 7 കളറുള്ള അർത്ഥം, 7 ക്വാളിറ്റിയുള്ള അർത്ഥം, 7 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സ്തോത്രം ലക്ഷ്യ സഹായികളെ ദൈവം നിനക്കായി ഈ ദിവസങ്ങൾ ഒരുക്കുകയാണ്. ആമേൻ. അവർ കറുത്തവരായിരിക്കാം, വെളുത്തവരായിരിക്കാം, ഉയരം കൂടിയവരായിരിക്കാം, ഉയരം കുറഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ വിശ്വാസികൾ പോലും ആയിരിക്കത്തില്ല. അയ്യോ വിശ്വാസികൾ. അപ്പോ സ്തോത്രം. അതെ ആ കാക്ക വരുമ്പോ സ്തോത്രം ആട്ടിക്കളയല്ലേ. കാക്ക മലപ്പുറം കാക്കയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റേ ഏലിയാവിന്റെ കാക്കയാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. വിശുദ്ധനായ ദൈവം വിശുദ്ധ മനുഷ്യനാകുന്ന ഏലിയാവിനെ അശുദ്ധ ജീവിയെ കൊണ്ട് പോഷിപ്പിക്കുകയുണ്ടായി. എഴുതിയിട്ട് കാണാതെ പഠിക്കുക, അത് മതി, ആശീർവാദം പറഞ്ഞു വിടാം. വിശുദ്ധനായ ദൈവം വിശുദ്ധ മനുഷ്യനാകുന്ന ഏലിയാവിനെ അശുദ്ധ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുകയുണ്ടായി. അയ്യോ അവൾ ആഭരണം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിച്ചി. ഒരു കളർ വസ്ത്രം അല്ല ആണ് ഇട്ടിരിക്കുന്നത്, വെള്ള അല്ല ഇട്ടിരിക്കുന്നത്, ഇച്ചിച്ചി പറയല്ലേ. ഇൻ ജീസസ് നെയിം. സൂപ്പർ നാച്ചുറലി നിന്റെ കണ്ണ് തുറന്നിരിക്കട്ടെ, നിന്റെ ചെവി തുറന്നിരിക്കട്ടെ. പരിചയമില്ലാത്ത പല സംഭവങ്ങൾ, നന്മയുടെ കാര്യാദികൾ നിന്റെ മുൻപിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു.
ഹല്ലേലൂയ. ലക്ഷ്യ സഹായി. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞാട്. നിന്റെ പേര് പലരുടെ നാവിൽ സ്തോത്രം കർത്താവ് കൊടുക്കാൻ പോകുന്നു. എക്സ്ക്യൂസ് മീ, നിന്റെ ചിന്ത, നിന്നെ കുറിച്ചുള്ള ചിന്ത ചിലരുടെ മനസ്സിൽ ഉദിക്കുവാൻ വേണ്ടി പോകുന്നു. നിന്നെ കുറിച്ച് ചില സമ്മേളനങ്ങളിൽ, ചില കോൺവെർസേഷനിൽ നിന്റെ പേര് സ്തോത്രം അത് വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇന്നടുത്തൊരു കുട്ടിയുണ്ട്, ഇന്നടുത്തൊരു ചെറുക്കനുണ്ട്, ഇന്നടുത്തൊരു ദൈവദാസനുണ്ട്, ഇന്നടുത്ത് സ്തോത്രം അതേ ഒരു ചേർച്ച് ഉണ്ടെന്ന് പറവാൻ തക്കവണ്ണം ഇൻ ജീസസ് നെയിം ദൈവം നിനക്ക് വേണ്ടി ഈ 3-ാം മാസം എഴുന്നേൽക്കുകയാണ്. ലക്ഷ്യ സഹായി. ലക്ഷ്യ സഹായ്. നിങ്ങൾ ചോദിക്കും, അങ്കിൾ സുരേഷ് ബാബു, ഞാൻ സെക്കൻഡ് ജനറേഷൻ വേണ്ടി പ്രധാനമായി പറയുന്നത് സ്തോത്രം അതെ. അങ്കിൾ സുരേഷ് ബാബു എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് കണക്ടർ. ഫസ്റ്റ് ഗ്രൂപ്പാണ് ഇണയ്ക്കുന്നവർ. കണക്ടർ എഴുതിയെടുക്കുക അറിഞ്ഞുകൂടാത്തവർ. ഇണയ്ക്കുന്നവർ പിരിക്കുന്നവരല്ല, ഇണയ്ക്കുന്നവർ. കാരണം സ്തോത്രം വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് റീകൺസിലിയേഷൻ. പറഞ്ഞു തരത്തില്ല റെഫറൻസ്, ബൈബിൾ വായിക്കുക. സ്തോത്രം നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷകരാണ്. അടുത്തിരിക്കുന്നവരെ ഹൈഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഇണയ്ക്കുന്നവർ. സ്തോത്രം ഇണയ്ക്കുന്നവർ. സ്തോത്രം കണക്ട് ചെയ്യുന്നവർ. ഓ, നീ കണക്ട് ചെയ്യേണ്ട ഭാഗത്തെ കണക്ട് ചെയ്യുന്നവർ. കണക്ട് ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികളല്ല, കണക്ട് ചെയ്യാൻ പാടില്ലാത്ത കുടുംബങ്ങളല്ല, കണക്ട് ചെയ്യേണ്ട ഭാഗത്ത് നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിന്നെ കണക്ട് ചെയ്യുന്നതായ യഹോവ ഇരേ. എൻ്റെ കണക്ടേഴ്സ് എന്ത്? കണക്ടേഴ്സ്. ഹല്ലേലൂയ. കണക്ടേഴ്സ്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, അങ്കിൾ അതെവിടെയാ കിടക്കുന്നത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വേദ പുസ്തകം പറയുന്നു, നയമാൻ എന്ന സ്തോത്രം ജനറൽ, ആർമി ജനറൽ, നയമാൻ എന്ന ജനറൽ. നയമാൻ ആ ദിവസങ്ങളിൽ സ്തോത്രം അതേ ഭയങ്കര റെപ്യൂട്ടേഷനാണ്. കാരണം ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. ആ യുദ്ധം കഴിഞ്ഞത് സ്തോത്രം യുദ്ധം ഭയങ്കര ജയമായിരുന്നു. എല്ലാ ഹെഡ്ലൈൻസിലും നയമാൻ എന്ന ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. എല്ലാ സ്തോത്രം ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ നയമാന്റെ സക്സസിനെ കുറിച്ച്, നയമാന്റെ ബുദ്ധി സാമർഥ്യത്തെ കുറിച്ച്, സ്തോത്രം അതേ നയമാന്റെ വാർ ടെക്നിക്സിനെ കുറിച്ച് സ്തോത്രം രാജ്യം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു. രാജ്യം മുഴുവൻ എഴുന്നേറ്റ് നയമാനെ സല്യൂട്ട് ചെയ്യുകയാണ്. നയമാൻ സ്തോത്രം അതേ നടക്കുമ്പോൾ രാജ്യം എഴുന്നേറ്റ് നിൽക്കുകയാണ്. പുറമേ നയമാന് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ട്. പുറമേ എന്തൊരു സക്സസ്, എന്തൊരു അനോയിന്റിങ്. ആ സാറിന് നോക്ക്, എന്തൊരു പദവി. ആ മേടത്തെ നോക്ക്, എന്തൊരു സ്തോത്രം ഉയർച്ച. ആ കുടുംബത്തെ നോക്ക്, എന്തൊരു നിറവ്. ആ പിള്ളേരെ നോക്ക്, സ്തോത്രം എന്തൊരു തികവ്. പുറമേ നോക്കുമ്പോൾ വലിയ യൂണിഫോം നമുക്കുണ്ട്, വലിയ കുപ്പായങ്ങളുണ്ട്. മനുഷ്യൻ പുറമേ കാണുന്നു, പുറമേ നോക്കുമ്പോൾ കുപ്പായങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം മെയിൻലി ഞാൻ പറയട്ടെ, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ കരച്ചിൽ ദൈവം കാണുന്നു. നിന്റെ അകത്തെ കരച്ചിൽ ദൈവം കാണുന്ന സ്തോത്രം. അകത്തെ കരച്ചിൽ ദൈവം മാത്രം കണ്ടാൽ മതി. ഓ, ലെറ്റ് മീ ടെൽ യു, ഞാനൊരു ഗുണപാഠം പറയട്ടെ. മനുഷ്യൻ്റെ മുൻപിൽ കരയല്ല, മനുഷ്യൻ മാറി നിന്ന് പരിഹസിക്കുക. ദൈവത്തിന് മുൻപിൽ കരയുക, ദൈവം നിന്നെ മാനിക്കുക. മനുഷ്യൻ്റെ മുൻപിൽ കരഞ്ഞാൽ മനുഷ്യൻ പരിഹസിക്കുക, ദൈവത്തിന് മുൻപിൽ കരഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കുക. രാജ്യം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നായമാനെ സ്തോത്രം സല്യൂട്ട് ചെയ്യുമ്പോൾ അവൻ്റെ യൂണിഫോമിൻ്റെ ഉള്ളിൽ ഒരു കരച്ചിലുണ്ട്. ഹി വാസ് എ ലെപ്പർ. അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. അവനൊരു വിടുതൽ ആവശ്യമാണ്, അവനൊരു സൗഖ്യം ആവശ്യമാണ്. അവൻ്റെ ഇൻറ്റേർണൽ, അവൻ്റെ ഇൻസൈഡ് അവനൊരു ഡെലിവറൻസ് ആവശ്യമാണ്. അവൻ്റെ ഇൻസൈഡ് അവനൊരു മിറക്കിൾ ആവശ്യമാണ്. ആരും ഇന്ന് പകൽ പറയുന്ന എൻ്റെ അകത്തെ മുറിയിൽ ഒരത്ഭുതം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. എനിക്ക് കോമൺ പീപ്പിളിനോട് ഇത് പറയാൻ കഴിയത്തില്ല, അവ കേട്ടിട്ട് ഒരു പ്രയോജനമില്ല. എൻ്റെ അകത്ത് എനിക്കൊരു മിറക്കിൾ ആവശ്യം. കേൾക്ക്, അപ്പോഴാണ് സ്തോത്രം അവിടെ ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ, അതേ സ്തോത്രം വെളിപ്പെടുന്നത്, അവിടെ സഹായി വെളിപ്പെടുന്നത്. ആ സഹായി സ്തോത്രം അപ്പുറത്തെ ആർമിയിലെ ക്യാപ്റ്റൻ അല്ല, അപ്പുറത്തെ വലിയ ഉദ്യോഗസ്ഥനല്ല. അവിടെ വെളിപ്പെടുന്ന സഹായി വീട്ടിലെ വേലക്കാരിയാണ്. വീട്ടിലെ വേലക്കാരി. നമ്മൾ വളരെ ഗണ്യമാക്കത്തില്ല, വീട്ടിലെ വേലക്കാരി. നമ്മുടെ തേർഡ് സർവീസിന് കുറേ പാവങ്ങൾ വരും. സ്തോത്രം വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നതായ അതേ വേലക്കാരി. ഞാൻ വളരെ താഴ്മയോട് പറയട്ടെ, യൂട്യൂബിലല്ല മിക്കവാറും ബെസ്റ്റ് മെസ്സേജിൻ്റെ നല്ല പഞ്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സെക്കൻഡ് സർവീസിലല്ല നല്ല പഞ്ച് വെളിപ്പെടുന്നത്. കാരണം സ്തോത്രം മിക്കവാറും 80-85% ഈ മെസ്സേജസിൻ്റെ ഏറ്റവും ബെസ്റ്റ് പഞ്ച് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പോയിട്ട് തേർഡ് സർവീസിന് വന്നാട്ടെ.
പറയട്ടെ. കാരണം സ്തോത്രം, അവർക്ക് പ്രശംസിപ്പാൻ ഒരു വമ്പും ഒരു കൊമ്പും ഇല്ല. അവർ പാവങ്ങളാണ്. ഞാൻ പറയട്ടെ, ദാഹമുള്ള ഒരു കൂട്ടം ജനത്തെ ഒരു റൂമിൽ എന്നോടൊപ്പം അടച്ചിട്ടാൽ അവിടെ മഹത്വത്തിൻ്റെ ഉയരവും ദൂതിൻ്റെ ആഴവും വെളിപ്പെടും. സ്തോത്രം. ഞങ്ങൾ മറ്റേതിലെ വലിയ കൊമ്പ് എന്ന് പറയുന്നവരോട്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ഒരു വേലക്കാരി ആരെയും സ്തോത്രം അതെ കളയല്ലേ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, ആരെയും കളയല്ലേ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ആരെയും കളയല്ലേ. ആ വേലക്കാരത്തി വന്ന്, മാഡം, നമ്മുടെ സാറിന് സ്തോത്രം അതെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിന് അങ്ങേതിലെ എലീഷ, അപ്പുറത്തെ എലീഷ പ്രവാചകൻ, അവൻ്റെ അടുത്ത് പോയാൽ ഈ സാറിന് വിടുതലെന്ന് എന്ന് അവൾ ആട്ടിക്കളഞ്ഞില്ല. സ്തോത്രം. അതേ, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആ വേലക്കാരിയെ ദൈവം ഉപയോഗിച്ചു. നിസ്സാരമെന്ന് തോന്നുന്നതായ വ്യക്തികളെ ദോപ്പ വിടുതലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വിടുതലിന് വേണ്ടി, നിസാരമെന്ന് തോന്നുന്നതായ വ്യക്തികളെ നിന്റെ ജീവിതം മാറ്റിമറിയുന്ന വലിയ വിടുതൽ വേണ്ടി ദൈവം ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൊലിവെളുപ്പം നോക്കല്ലേ, പേരിൻ്റെ കൂടെയുള്ള ഡിഗ്രി നോക്കല്ലേ, കുലവും കുടുംബവും ജാതിയും നോക്കല്ലേ. താഴ്മയുള്ളവർക്ക്, എളിയ ജനത്തെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരും കേട്ടില്ല? എളിയ ജനത്തെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേലക്കാരത്തി പറഞ്ഞു, വേലക്കാരത്തി. സ്തോത്രം. നിങ്ങൾ പുറമേ ഇത്ര ഭയങ്കരമായി അടിച്ചു പൊളിച്ച് അതേ ജീവിക്കുകയാണ്, പക്ഷേ അകത്ത് ഒരു കരച്ചിലുണ്ട്. അതിന് വിടുതൽ കൊടുപ്പാൻ ഒരു ഏലിശായുണ്ട് അപ്പുറത്ത്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുകയുണ്ടായി. അവൻ യോർദാനിൽ പോയി 5 പ്രാവശ്യം മുങ്ങിയപ്പോഴല്ല, 6 പ്രാവശ്യം മുങ്ങിയപ്പോഴല്ല, ഏലിശ പറഞ്ഞതനുസരിച്ച് 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അത്ഭുത വിടുതലുണ്ടായി. ഇപ്പോൾ ജനിച്ച ശിശുവിൻ്റെ ത്വക്ക് പോലെ നായമാൻ്റെ ത്വക്ക് വിടുതൽ പ്രാപിച്ചു. ഇത് പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ സകല ത്വക്ക് രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മറയട്ടെ. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. കണക്ട് ചെയ്യട്ടെ. ഈ ദിവസങ്ങൾ കണക്ട് ചെയ്യേണ്ട വ്യക്തികളുമായി കണക്ട് ചെയ്യുവാൻ ചിലരെ ദൈവം പാലമായി ഉപയോഗിക്കട്ടെ. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നവർ പാലം പണിയുന്നവരാണ്. ഞാൻ എന്താ പറഞ്ഞാട്ടെ, എന്താണ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്? ലക്ഷ്യത്തിൽ സ്തോത്രം എന്തുവാ? അതെ, സ്തോത്രം. എൻ്റെ ലക്ഷ്യ സഹായിയായി വെളിപ്പെടുന്നവർ പാലം വലിക്കുന്നവരല്ല, പാലം പണിയുന്നവരാണ്. പാലം വലിക്കുന്നവരല്ല, പാലം പണിയുന്നവരാണ്. അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. ചിലർ ചിരിക്കത്തില്ല. ഈ ദൂത് കേട്ട് ഇന്ന് ചിലർ ചിരിക്കത്തില്ല. ഇന്ന് രാത്രി ചിലരുടെ ഉറക്കം നഷ്ടപ്പെടാൻ പോകാണ്. ഇന്ന് രാത്രി അവിടെ ഉറക്കം നഷ്ടപ്പെടുന്നെങ്കിൽ ഈ ദൂത് സക്സസ് ആയി യേശുവിൻ്റെ നാമത്തിൽ. അടുത്തിരിക്കുന്നത് നോക്കി ചിരിച്ച് ചോദിച്ചാട്ടെ, വലിക്കുന്നോ പണിയുന്നോ? ചോദിക്കും. സ്തോത്രം. പെട്ടെന്ന് ചോദിക്ക്. വലിക്കുന്നോ പണിയുന്നോ? രണ്ടിലൊന്നായിരിക്കും നീ. ഒന്നുകിൽ നീ പാലം വലിക്കുന്നവളായിരിക്കും, ഇല്ലെങ്കിൽ നീ പാലം പണിയുന്നവനായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ, ഈ വചനം അനുസരിക്കുന്നവൻ, അവൻ പൊളിക്കുന്നവനല്ല, അവൻ പാലം പണിയുന്നവനായിരിക്കും. കടന്നു വരട്ടെ. പൊളിക്കുന്നവർക്ക് മാറി നിൽക്കാം, പണിയുന്നവർക്ക് കടന്നു വരാം. കാരണം ഇത് സീസൺ വേറെയാണ്. എത്ര പേര് 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയുക? സ്തോത്രം. കണക്ട്. 2ാമത്തെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം. 2ാമത്തെ ഡെസ്റ്റിനി ഹെൽപ്പർ. അവർ വായു തുറന്ന് പറഞ്ഞാൽ, അവർ വായു തുറന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുന്നവരാണ്. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിന്റെ പല പേരുകൾ. ഒന്നാണ് പരക്ലീത്ത. കേട്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. പരക്ലീത്ത എന്ന് പറഞ്ഞാൽ ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. ദൈവം ആശ്വാസം കെടുത്തുന്നവനല്ല, ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. ദൈവം ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ, ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, ദൈവം സ്തോത്രം അതേ ഒരു പ്രവചന ശബ്ദം പറഞ്ഞാൽ നിന്നെ ആശ്വാസം കെടുത്തുന്നതല്ല, ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. അയ്യോ ഡോക്ടറെ, LMS കോമ്പൗണ്ടിന്റെ മറ്റേ കുളത്തിനകത്ത് ബ്രദർ കിടക്കുന്നത് ഞാൻ ദർശനം കണ്ട്. നിന്റെ സ്ഥലം എവിടെയെന്നറിയോ? ആ പേരൊടുക്കർക്ക് അപ്പുറത്ത് പോകുമ്പോൾ വലത്തേക്ക് തിരിയുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് ഊളംപാറ. വർത്തമാനം പറയുന്നവനല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് മുറിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവ് പണിയുന്നവനാണ്. Come on, hallelujah. എല്ലാ ദുരാത്മാവും
എല്ലാ ദുരാത്മാവും യേശുവിൻ നാമത്തിൽ സഭയിൽ മിണ്ടാതാകട്ടെ. പകയ്ക്കുന്നവന്റെ വായ് ഇന്ന് പകൽക്കാലം മുതൽ അടഞ്ഞിരിക്കട്ടെ. മക്കളെ നോക്കി തിന്മ പറയാൻ സമ്മതിക്കരുത്. ഭാവിയെ നോക്കി തിന്മ പറയാൻ ഭൂതങ്ങളെ അനുവദിക്കരുത്. They are the instruments of the Lucifer. അവർ പിശാചിനാൽ നിയുക്തരാണ്. പരിശുദ്ധാത്മാവിന്റെ ഓർഡിനേഷൻ ഉള്ളതുപോലെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ളതുപോലെ അത് സാത്താന്യ ഓർഡിനേഷൻ ആണ്. പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം നിറയപ്പെട്ടവരെങ്കിൽ അവർ ആശ്വാസം കെടുത്തുന്ന വർത്തമാനമല്ല പറയുന്നത്, അവർ ആശ്വസിപ്പിക്കുന്ന വർത്തമാനമായിരിക്കും പറയുന്നത്. ആശ്വസിപ്പിക്കാൻ കഴിയാത്തവരെല്ലാം 6 അടിയല്ല 12 അടി മാറി നിൽക്കട്ടെ. കാരണം ഇത് ആശ്വാസം കെടുത്തുന്ന പുസ്തകമല്ല, ഇത് ആശ്വസിപ്പിക്കുന്ന പുസ്തകമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദശമന തോട്ടത്തിൽ അവൻ പ്രവേശിച്ച് അവന്റെ പാദങ്ങൾ വിറച്ച് അവൻ മുഖമടിച്ച് നിലത്ത് വീണു. എൻ്റെ ബ്ലഡ് പ്രഷർ കൂടി, എൻ്റെ രോമകൂപങ്ങളുടെ രക്തം പുറത്തേക്ക് വന്നു. എൻ്റെ രക്തം പുറത്തേക്ക് വന്നപ്പോൾ മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, അവന് ഹാർട്ട് അറ്റാക്ക് വരും, അവൻ്റെ ബ്രെയിൻ ഹെമറേജ് വരും, തലച്ചോറ് പൊട്ടിത്തകർന്ന് അവൻ പാരലൈസ് ആകും, ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരും. അതിൻ്റെ പേരാണ് ഗദശമന. നിങ്ങൾ അപ്പോസ്തലനാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, ദൈവദാസനാണെങ്കിൽ ശാസിച്ചാൽ ഗദശമന പോകത്തില്ല. 7 തള്ളിയാൽ ഗദശമന പോകത്തില്ല. ആ ഗദശമനിയിലൂടെ പോയേ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ ഗദശമനിയുണ്ട്, നിനക്ക് നിൻ്റെ ഗദശമനിയുണ്ട്. പക്ഷെ ഗ്യാരണ്ടിയായി ഞാൻ പറയട്ടെ, ആ ഗദശമനിയിൽ നിന്റെ ശവപ്പെട്ടി പൊങ്ങത്തില്ല. ആ ഗദശമനിയിൽ നിന്നെ ആശ്വസിപ്പിപ്പാൻ ഒരുവൻ ഇറങ്ങി നിൽക്കുക. ആ ഗദശമനിയിൽ നിന്നെ ആശ്വസിപ്പിപ്പാൻ രാത്രിയുടെ മധ്യാമത്തിൽ നിശബ്ദമായ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ തകർന്ന വെല്ലുവിളികളുടെ കൊടുങ്കാറ്റിലൂടെ നീ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണമേ, നിന്നെ ആശ്വസിപ്പിപ്പാൻ ഒരുവൻ ഇറങ്ങി നിൽക്കും. അവന്റെ പേരാണ് പരിശുദ്ധ ആത്മാവ്. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. അതാണ് ഡെസ്റ്റിനി ഹെൽപ്പ്. അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. ശൗൽ രാജാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുമാറി. ശ്രദ്ധിക്ക്, അനുസരണത്തിൽ ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് കിട്ടും. എന്നാൽ ശൗല് അനുസരണ കേട് കാണിച്ചു. പരിശുദ്ധാത്മാവ് അനുസരണ കേട് കാണിക്കുന്നവരിൽ, അനുസരിക്കാത്തവരിൽ നിൽക്കുന്നത് ദുരാത്മാവാണ്. അനുസരിക്കുന്നവരിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ചില സഹോദരിമാർ മിണ്ടുന്നില്ല, ഭർത്താവിനെ അനുസരിച്ചാൽ മതി. സ്തോത്രം. അതെ, ഹല്ലേലൂയ. അനുസരിക്കുന്നവരിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. എന്നാൽ ശൗൽ അനുസരണ കേട് കാണിച്ചപ്പോൾ അവൻ നിന്ന് സ്തോത്രം, അതെ, പരിശുദ്ധാത്മാവ് വിട്ടുമാറിയിട്ട് ദുരാത്മാവ് വന്നു കയറി. സുരേഷ് ബാബു ഇങ്ങനെ പറയും, ദ റോയൽ ഡീമൺ, രാജകീയ പിശാച്, രാജാവിൻ്റെ പിശാച് ശൗലിൻ്റെ മേൽ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം. സ്തോത്രം. രാജാവിൻ്റെ മേൽ അതേ ഭൂതമിരിക്കുന്നു. രാജാവിൻ്റെ മേൽ ഭൂതമിരുന്നാൽ രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപമായിരിക്കും. അതുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭയോട് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. ഒന്നുകിൽ രാജാക്കന്മാരെ, നേതാക്കന്മാരെ, ഉന്നതന്മാരെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ സ്തോത്രം ദുരാത്മാവ് ഉപയോഗിക്കും. എന്നാൽ അവിടെയാണ് സ്തോത്രം അവൻ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടപ്പോൾ ഇതാ സ്തോത്രം ശൗൽ ചോദിക്കുന്നു, ശൗലിന് വേണ്ടി അന്വേഷിക്കുന്നു, ഇവിടെ കിന്നര വായനയിൽ നൈപുണ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? സ്കിൽഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്കിൽഫുൾ. എൻ്റെ പ്രാർത്ഥന ഇതാണ്, സ്കിൽഫുൾ ആയിട്ടുള്ളവർ ശുശ്രൂഷകൾ കടന്നു വരട്ടെ. സ്കിൽഫുൾ ആയിട്ടുള്ളവർ, സ്തോത്രം പാടാൻ സ്തോത്രം സ്കിൽഫുൾ ആയിട്ടുള്ളവർ, ആരാധിക്കുന്നതിൽ സ്കിൽഫുൾ ആയിട്ടുള്ളവർ, ടാലൻ്റ് ഉള്ളവർ, ദൈവത്തിൻ്റെ കൃപയാൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് സ്കിൽഫുൾ ആയിട്ടുള്ളവർ കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പ് സമയം കൊല്ലികളാകല്, സ്കിൽഫുൾ ആയിട്ടുള്ളവരായിരിക്കണം, നൈപുണ്യമുള്ളവരായിരിക്കണം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ ഒരിക്കൽ കൂടെ. സ്തോത്രം. നോക്ക്, അങ്ങനെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ദാവീദ് കടന്നു വന്ന് അവൻ ഹാർപ്പ് വായിച്ചപ്പോൾ, അവൻ കിന്നരം വായിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദുരാത്മാവ് അതേ ശൗലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശൗൽ ആശ്വാസം പ്രാപിച്ചു. ദാവീദ് വന്ന് കിന്നരം വായിച്ചതേ ഉള്ളൂ. ദാവീദ് വന്ന് 21 ദിവസം ഉപവസിച്ചല്ല, 3 ഇരുന്നില്ല. പകരം സ്തോത്രവൻ വായിച്ചവന്റെ ഹാർപ്പ് സ്തോത്രം അവൻ പ്ലേ ചെയ്തപ്പോൾ ആ ദുരാത്മാവ് ഓടിപ്പോയി. ബാബസ്, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കീബോർഡ് തൊടുമ്പോൾ തന്നെ രോഗങ്ങൾ മറയണം, ഭൂതങ്ങൾ അലറണം. വർഷങ്ങൾക്ക് മുമ്പ് പുത്തിരിക്കണ്ട മൈതാനത്തിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒരു സഹോദരൻ പാടുകയാണ്, യേശു എന്നെ സ്നേഹിച്ചതിനാ ഞാനും അവനെ സ്നേഹിപ്പതിനാൽ. അവൻ പാടി തുടങ്ങിയതുള്ളൂ. ഫസ്റ്റ് ഡേ
ആ മീറ്റിങ്ങിന്റെ സ്തോത്രം ആദ്യ ദിവസം ഞാൻ പാടി തുടങ്ങിയുള്ളൂ. അപ്പുറത്തെ RCC കൈവിട്ടതായ ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ക്യാൻസർ രോഗത്താൽ സ്തോത്രം റീജിയണൽ ക്യാൻസർ സെന്റർ അവളെ കൈവിട്ടു. ആ പാട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ അവന്റെ ക്യാൻസർ തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുകി 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 ആ ക്യാൻസർ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സംഗീത ഉപകരണത്തിന്റെ ശബ്ദം അതായിരിക്കണം. ആരും മിണ്ടുന്നില്ല. നിന്റെ ശബ്ദം അതായിരിക്കണം. നിന്റെ ശബ്ദം വിടുതലിന്റെ ശബ്ദമായിരിക്കണം. നിന്റെ ശബ്ദം ആശ്വാസത്തിന്റെ ശബ്ദമായിരിക്കണം. നിന്റെ ശബ്ദം ആരുടെ ആശ്വാസം കെടുത്തുന്നതല്ല. ഓ, ആശ്വാസം കെടുത്തുന്നതായ സകല ബാധകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിട്ടുപോകട്ടെ. ആശ്വസിപ്പിക്കുന്നതായ ശബ്ദം, സ്തോത്രം, ആശ്വാസപ്രദൻ. നമുക്കറിയാം ക്രിസ്മസ് സ്റ്റോറി. ഞാൻ പറയട്ടെ, ക്രിസ്മസ് സ്റ്റോറി പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. മറിയാം സ്തോത്രം അതേ ഗർഭിണിയായി. എലിസബത്ത് 6 മാസം മുമ്പേ ഗർഭിണിയായി. എന്നാൽ 6 മാസത്തിന് മുൻപേ ഗർഭിണിയായ സ്തോത്രം അതേ എലിസബത്തിന്റെ അടുക്കലേക്ക് ഒരു അബോർഷനിസ്റ്റിനെ അല്ല ദൈവം പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്തോത്രം, എലിസബത്തിന്റെ ഗർഭത്തെ അലസിപ്പിക്കുന്നവളെയല്ല കർത്താവ് പറഞ്ഞു വിട്ടത്. നിന്റെ ദർശനം എന്തെന്ന് അറിയാത്തവരല്ല നീയുമായി കണക്ട് ചെയ്യേണ്ടത്. നിന്റെ അഭിഷേകം അറിയാത്തവരല്ല നീയുമായി കണക്ട് ചെയ്യേണ്ടത്. നിന്റെ അനോയിന്റിംഗ്, നിന്റെ നിയോഗം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല നിന്റെ വീട്ടിൽ വന്ന് കയറേണ്ടത്. സ്തോത്രം, വേദപുസ്തകം പറയുന്നു, ഒരു ഗർഭിണിയെ ബലപ്പെടുത്തുവാൻ മറ്റൊരു ഗർഭിണിയാണ് ദൈവം അയച്ചത്. കമോൺ, സംഭവിക്കട്ടെ. ദർശനമുള്ളവന്റെ അടുക്കലേക്ക് ദർശനമുള്ളവർ കടന്നു വരട്ടെ. അഭിഷേകമുള്ളവന്റെ അടുക്കലേക്ക് അഭിഷേകമുള്ളവർ കടന്നു വരട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കലേക്ക് സമയം കൊല്ലുന്നവരല്ല, കുറ്റം പറയുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവർ കടന്നു വരട്ടെ. ഓ, മറിയയുടെ വന്ദന സ്വരം എലിസബത്ത് കേട്ടപ്പോൾ, ഓ, അവളുടെ പിള്ള തുള്ളിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, നിന്റെ ശബ്ദം കേട്ട് അവരുടെ ദർശനങ്ങൾ തുള്ളട്ടെ, അവരുടെ വാഗ്ദത്തങ്ങൾ തുള്ളട്ടെ. അത് പുറത്ത് വന്നിട്ടില്ല, കൺഫർമേഷൻ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ദൈവം എന്നെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ അകത്ത് ഏതാണ്ട് കിടപ്പുണ്ട് കുട്ടിയെ. നിന്റെ അകത്ത് ഏതാണ്ട് ചുമന്ന് നടക്കുന്ന ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ജീസസ് നെയിം. നിന്നെ ബലപ്പെടുത്തുന്നവർ, നിന്നെ ആശ്വസിപ്പിക്കുന്നവർ കടന്നു വരട്ടെ ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. എന്നെ ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായിക്കുന്നവരുടെ സീസണാണിത്. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. നമ്പർ 3 ഞാൻ പറയട്ടെ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഒരിക്കലും കോൺസ്പിറൻസി പറയുന്നവരല്ല, അവർ സ്റ്റോറി ടെല്ലേഴ്സ് അല്ല, അവർ അപവാദം പറയുന്നവരല്ല. അയ്യോ, തിരുവനന്തപുരത്ത് അത് കേൾക്കണം കേട്ട്. ഇത് കൊച്ചി പോലെയല്ല മക്കളെ, ഇത് തിരുവനന്തപുരം. സ്തോത്രം, അപവാദം, അപവാദത്തിന്റെ ശബ്ദമല്ല, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിന്റെ ശബ്ദം കേൾക്ക് യേശുവിൻ നാമത്തിൽ. സ്തോത്രം, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ട്രൂത്ത് ടെല്ലേഴ്സ് ആയിരിക്കും. അവർ സത്യം പറയുന്നവർ ആയിരിക്കും. അവർ സത്യം പറയുന്നവർ ആയിരിക്കും. സത്യ നമസ്കാരികൾ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. സത്യ നമസ്കാരം. അപ്പൊ കള്ളത്തിൽ ആരാധിക്കുന്നവർ എന്നിട്ടുണ്ട്. സ്തോത്രം, അതെ സത്യ വേദപുസ്തകം ചുമക്കുന്നവർ ബൈബിളോടെ അതേ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബൈബിളോടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇത് സത്യ വേദ പുസ്തകമാണ്. ഇത് സത്യ വേദ പുസ്തകമാണ്. ഓ, നമ്മുടെ പിതാവായ ദൈവം സത്യവാനാണ്. യേശു കർത്താവ് സത്യമാണ്. സത്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. ഇത് സത്യ വേദ പുസ്തകമാണ്. നാം ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആണ്. അതുകൊണ്ട് മനസ്സിലാക്കി കേക്ക്. നിനക്ക് ഇൻകം ടാക്സിന് വെട്ടിക്കാം, പക്ഷെ നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന്റെ മുൻപിൽ നീ എണ്ണി കണക്ക് കൊടുക്കേണ്ടതായി വരും. നീ പറയുന്ന ഓരോ വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം, ഈ ആഴ്ച ടാക്സ് സ്തോത്രം ടാക്സിന്റെ എന്തോ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മൾ ടാക്സ് വെട്ടുന്നവരല്ല, നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാണ്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുക, ആരാധന ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിനക്കെതിരെ സ്തോത്രം കള്ളം പറഞ്ഞ് നടക്കുന്നവരല്ല. സ്തോത്രം, കണവ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കണവ ഹല്ലേലൂയ. ബാക്കിയുള്ളവർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. സ്തോത്രം, കണവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കണവ മിനിസ്ട്രി കണവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ചിലരെ കാണുമ്പോൾ പെട്ടെന്ന് കരി കലക്കാറുണ്ട്. വന്നിട്ടുണ്ട്, സെക്കൻഡ് സർവീസിൽ വന്നിട്ടുണ്ട് കണവകൾ. സ്തോത്രം, അതെ കരി കലക്കാറുണ്ട്. ഹല്ലേലൂയ. പലരുടെ മനസ്സിൽ, പല വീട്ടിൽ പലത് കരക്കുന്നവർ യേശുവിൻ നാമത്തിൽ അത് സാത്താൻ, അത് ഭൂതം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിൻ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ മേൽ ജയമെടുക്ക്.
എന്നാൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, ആ കള്ളം ഒരിക്കലും നിലനിൽക്കത്തില്ല. നിനക്കെതിരെ മീഡിയ പറയുന്ന കള്ളമാണെങ്കിലും, സ്തോത്രം, അതേ പെന്തിക്കോസ് മഞ്ഞപ്പത്രം പറയുന്ന കള്ളമാണെങ്കിലും ആ കള്ളം ഒരിക്കലും നിൽക്കത്തില്ല. അത് കാർമേഘം പോലെയാണ്. സ്തോത്രം, അത് മൂടിക്കിടക്ക്, അത് കാർമേഘം പോലെയാണ്. അപവാദം കേട്ട് നിങ്ങളുടെ ഹൃദയം സ്തോത്രം തകർന്നെങ്കിൽ, ആ നാത്തൂൻ പറഞ്ഞതും ആ കൊച്ചപ്പന്റെ മോൻ പറഞ്ഞതും കേട്ട് നിങ്ങളുടെ ഹൃദയം സ്തോത്രം ഉടഞ്ഞിരിക്കുന്നുവെങ്കിൽ, മക്കളെ, ആ കാർമേഘം തിന്മയ്ക്കായിട്ടല്ല, ആ കാർമേഘം നന്മയ്ക്കായിട്ടാണ്. കാർമേഘം വരുമ്പോൾ അങ്കിള് വരുന്നു, ആന്റി വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിന്നെ നന്നായി നനയ്ക്കുന്ന മഴ വരികയാണ്. സ്തോത്രം. അവർ തിന്മയ്ക്കായി പറയുന്നത്, യഹോവ തിഷ്കനോ, അവൻ നന്മയ്ക്കാക്കി ആക്കി തീർക്കുന്നവനാണ്. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ ആ പ്രസിദ്ധമായ കാര്യം പെട്ടെന്ന് പറഞ്ഞാട്ടെ. സത്യം ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് പറഞ്ഞേ. സത്യം ഉയർത്തെഴുന്നേൽക്കുക, സത്യം ഉയർത്തെഴുന്നേൽക്കുക. അത് എവിടെ ഇരുന്ന് പറഞ്ഞാലും സത്യം ഉയർത്തെഴുന്നേൽക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സ്തോത്രം അതേ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. കേരള ഗവൺമെന്റ് പോലെയല്ല, ഇന്ത്യ പോലെയല്ല. അക്കാലത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യം മീഡിയയെ വിലയ്ക്ക് വാങ്ങി. വളരെ ശക്തമായി സ്തോത്രം, വളരെ കൃത്യമായി കേൾക്ക്. മീഡിയ എന്ന് പറയുന്നത് ലൂസിഫറിന്റെ നാവാണ്. എന്നാൽ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാവാണ്. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ വാള്, ദൈവത്തിന്റെ ചുറ്റിക, ദൈവത്തിന്റെ അപ്പം, ദൈവത്തിന്റെ സ്തോത്രം, അതേ തേന്. ഇതാണ് ദൈവത്തിന്റെ സഭയുടെ നാവ്. എന്നാൽ മീഡിയ അതല്ല. ഞങ്ങൾ മീഡിയ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ മനസ്സിലാക്കല്ല, ലൂസിഫറിന്റെ നാമാണ് ഈ വെളിപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതെ, റോമാ ഗവൺമെന്റ് അന്നത്തെ മീഡിയയെ സ്തോത്രം വിലയ്ക്ക് വാങ്ങി. എവിടെ എഴുതിയിരിക്കുന്നു? മത്തായി സുവിശേഷം 27:65. സ്തോത്രം. മത്തായി സുവിശേഷം തന്നെ 28:11 മുതൽ 15 വരെ. അയ്യോ ഉയർപ്പ അങ്ങനെയൊന്നല്ല കേട്ടോ, ഉയർപ്പ അങ്ങനെയൊന്നല്ല. സ്തോത്രം. അതേ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് അതേ അവനെ എടുത്തിട്ട് പോയതാണ്. കുറെ പൈസ ഇറക്കി, കുറെ സ്തോത്രം അതേ സമയവും പോയി, ഒത്തിരി പൈസ ഇറക്കി ആ ഉയർപ്പിന് എതിരെ കള്ളം പറയാൻ അന്നത്തെ മീഡിയ പ്രൊപ്പഗൻഡ ചെയ്ത്. പക്ഷേ സ്തോത്രം മനസ്സിലാക്ക, കള്ളം സാത്താൻ പറയുന്നത് സഭയെ ഉടക്കാൻ, ദൈവമക്കളെ ഉടക്കാൻ, ബന്ധങ്ങളെ തകർക്കാൻ നിറം പിടിച്ച കഥകൾ ലൂസിഫറിന്റെ കൊച്ചുമക്കൾ ഇന്നും പ്രചരിപ്പിക്കുമ്പോൾ, സത്യം ആകുന്ന വെളിപ്പാട് അത് പൊളിക്കുന്നതല്ല, അത് പണിയുന്നതാണ്. ശുശ്രൂഷയുടെ ആരംഭ സമയം മുതലേ നമ്മളിത് കേൾക്കാറുണ്ട്. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗോലിയാത്തിനെ കണ്ടില്ലെങ്കിൽ അഭിഷേകം പോയ കർത്താവേ എന്ന് ചോദിക്കുന്ന ദിവസങ്ങളാണ്. അഭിഷേകം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നാവുകൾ ഉണ്ടാകുക. പക്ഷെ ഞാനൊരു കൊച്ചു വർത്താനം പറയട്ടെ. ഏറ്റവും ബെസ്റ്റ് ശുശ്രൂഷ നിങ്ങൾ കാണുന്നെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് മെസ്സേജ് വരുന്നെങ്കിൽ, സ്തോത്രം, അന്നെന്തോ നടന്നിട്ടുണ്ട്, ആ ആഴ്ച എന്തോ നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ. അയ്യോ ഞാൻ എനിക്ക് മാത്രം പിശാച് യേശുവിൻ നാമത്തിൽ നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തല വെട്ടും. നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തല വെട്ടും. നിനക്കെതിരെ സ്തോത്രം അതേ അപവാദം പറയുന്ന നാവുകൾ വരുമ്പോൾ അന്ന് തീറക്കിയിട്ട് തന്നെ കാണിക്കണം. ഈ ഇസബേൽ വരത്തില്ല കേട്ടോ. ഇസബേലെ മറഞ്ഞിരിക്കത്തുള്ളൂ. അവരെ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട കേട്ടോ, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഇസബേൽ ഒരിക്കലും ഏലിയാവിൻ്റെ മുൻപിൽ വെളിപ്പെടത്തില്ല. അത് ഈ മറഞ്ഞിരുന്ന് ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ് ഇസബേൽ. എനിക്ക് ഈ ദിവസങ്ങളൊന്ന് പ്രസംഗിക്കണമെന്നുണ്ട്. അവളുടെ മക്കളുടെ ഭാവി എന്താകുമെന്ന്. എന്തൊരു ശാന്തത. ഇസബേലിൻ്റെ മക്കളുടെ ഭാവി. സ്തോത്രം. സ്തോത്രം. അതെ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. നിനക്കെതിരെ തിന്മയല്ല പറയുന്നത്, നിനക്കെതിരെ നന്മയാണ് പറയുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ നിറയേണ്ടത് സ്തോത്രം അതെ വ്യാജ വർത്തമാനമല്ല, സമൂഹത്തിൽ നിറയേണ്ടത് സത്യമത്രേ. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു തിന്മയുടെ വർത്തമാനം കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സ്തോത്രം. തിന്മയുടെ വർത്തമാനം യെരുശലേമിൽ മുഴുവൻ സ്തോത്രം പരക്കുന്നതായ സമയത്ത് അതെ റോമാ സാമ്രാജ്യം മീഡിയയെ വിലക്ക് വാങ്ങി യെരുശലേമിൽ ഇതാ കലക്കമായി അവൻ ഉയർത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, ഇതാ ഓൺ ദ ഡേ ഓഫ് ദ പെന്തക്കോസ്റ്റ് നാളിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരുവനിതാ കടന്നു വരികയാണ്. കാർമേഘത്തെ ചിതറിപ്പിപ്പാൻ ഒരു കാറ്റിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച്
വെച്ച് നിനക്കെതിരെ മൂടിക്കിടക്കുന്ന സകല കാർമേഘങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ചിതറി പോകുവാൻ തക്കവണ്ണം ഇന്നലകൾ നീ കണ്ടതായ സകല കരിമേഘങ്ങളും നല്ല വൻമഴയായി ആശിഷമാരിയായി പെയ്തിറങ്ങുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് ഒരു പുതിയ കാറ്റിനെ അയക്കുവാൻ പോകുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. യെസ്, പരിശുദ്ധാത്മാവിനെ അതേ അന്തരീക്ഷത്തിലാണ് കർത്താവ് അയച്ചത്. അർത്ഥം എൻ്റെ ദൈവം നെഗറ്റീവ് അല്ല, എൻ്റെ ദൈവം പോസിറ്റീവാണ്. എൻ്റെ ദൈവം സ്തോത്രം പാസീവ് അല്ല, എൻ്റെ ദൈവം ആക്റ്റീവാണ്. എവിടെയാണോ പ്രശ്നമുള്ളത്, അയ്യോ ഇവിടെ വരുന്ന നടക്കത്തില്ല, ഇവിടെ ചർച്ച് ഗ്രോത്ത് നടക്കത്തില്ല, ഇവിടെ കാൽവരി വേസ്റ്റായി, നോ, there is no waste. ദൈവത്തിൽ വേസ്റ്റ് ഇല്ല, ദൈവത്തിൽ ഗെയിൻ മാത്രമേ ഉള്ളൂ. പിശാചിൽ മുഴുവൻ വേസ്റ്റ് ആണ്, ശത്രുവിൽ മുഴുവൻ വേസ്റ്റ് ആണ്. നിന്നിൽ ഒന്നുപോലും വേസ്റ്റ് ഇല്ല, ഒന്നുപോലും വേസ്റ്റ് ഇല്ല. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോ, നീ ഒരു വൃക്ഷം പോലെയാണ്. ഒരു വൃക്ഷത്തിനൊന്നും വേസ്റ്റ് ഇല്ല, ഒരു വൃക്ഷത്തിനൊന്നും വേസ്റ്റ് അല്ല. സ്വന്തം കരത്തെ മാർവോട് ചേർത്ത് പറിച്ചു പറ, എന്നിലൊന്നും വേസ്റ്റ് അല്ല. പറ, എന്നിലൊന്നും വേസ്റ്റ് അല്ല. നീ കോട്ടുവായി ഇട്ടാൽ പോലും അതിലൊരു ദൂതുണ്ടായിരിക്കും. നീ ഒരു തമാശ പറഞ്ഞാൽ പോലും അതിലൊരു വെളിപ്പാടുണ്ടായിരിക്കും. നീ ഒന്ന് അറിയാതെ കൈവച്ചാൽ പോലും നിന്റെ വിരൽ തുമ്പിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയായിരിക്കും. നിന്റെ നിഴലിൽ പോലും ഒരു വിടുതൽ ഉണ്ടായിരിക്കും. നിന്റെ വിയർപ്പ് പടിഞ്ഞ ഹാൻഡ് കർച്ചിപ്പ് കൊടുത്തുവാൽ വിട്ടാൽ പോലും അതിലൂടെ വെളിപ്പെടുന്ന ദൈവ ശക്തി ഉണ്ടായിരിക്കും. ഇൻ ജീസസ് നെയിം. നിന്റെ ഒന്നും വേസ്റ്റ് അല്ല, നിന്റെ ഒരു ദിവസം പോലും വേസ്റ്റ് അല്ല. ക്രിസ്തുവിന്റെ നിറവിനാൽ ദൈവം നിന്നെ നിറച്ചിരിക്കുകയാണ്. മക്കളെ, അപ്പോൾ സ്തോത്രം, ഈ പ്രതികൂലത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം മക്കളെ? ഗിയർ ചേഞ്ച് ചെയ്യണം. നിനക്കെതിരെ തിന്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, നീ ഗിയർ ചേഞ്ച് ചെയ്യണം. ഹല്ലേലൂയ. 100 കണക്കിന് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എക്സ്ക്യൂസ് മീ, ഒരിക്കൽ കൂടെ കേട്ടാട്ടെ. 2 മിനിറ്റ് ഉറങ്ങിയിട്ട് വീണ്ടും കണ്ണു തുറന്നാൽ മതി. കേട്ടിട്ടുള്ളവർ ഉറങ്ങാം. സ്തോത്രം. അതെ, അമേരിക്കൻ ഐക്യനാടിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് ഒരു മനുഷ്യൻ സ്തോത്രം പറത്തിയായിരുന്നു. വലിയൊരു ബിസിനസ്സുകാരൻ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് തൻ്റെ പ്രൈവറ്റ് ജെറ്റ് താനിതാ പലർത്തിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ കോക്പിറ്റിൽ ഒരു ശബ്ദം കേട്ടു. ഒരു എലി ഇങ്ങനെ കരളുന്നതായ ശബ്ദം. എലിയെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. തിന്നിട്ടുള്ളവരല്ല, കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. എലിയെ കണ്ടിട്ടുള്ളവർ. എലി കോക്പിറ്റിൽ ഇങ്ങനെ കരളുന്ന ശബ്ദം. തൻ്റെ അമേരിക്കൻ ബുദ്ധി പറഞ്ഞു, എടാ സ്തോത്രം, എലി കോക്പിറ്റിലിരുന്ന് ഇതാ കരളുകയാണ്. നിന്റെ വിമാനം ഇതാ തീപിടിപ്പാൻ വേണ്ടി പോകുന്നു. നീ അഗ്നിഗോളമായി ഇതാ നിലത്ത് വീഴുവാൻ വേണ്ടി പോകുകയാണ്. എലി കരണ്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണുന്ന പുൽത്തകിടിയിൽ ഇടിച്ചിറക്കടാ, താഴേക്ക് വാ. പക്ഷേ പെട്ടെന്ന് തൻ്റെ സ്തോത്രം ബുദ്ധിയിൽ ഇതാ എലി കരളുന്നു എന്ന് കേട്ടപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഒരു സ്തോത്രം മിന്നൽ പോലെ ഒരു കാര്യം വന്നു. എലിക്ക് ഒരു സർട്ടൻ ആൾട്ടിറ്റ്യൂഡിനപ്പുറം, ഒരു പ്രത്യേക അതേ ഉയരത്തിനപ്പുറം എലിക്കൊരിക്കലും അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു സർട്ടൻ ലെവലിനപ്പുറം ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം പെട്ടെന്ന് കോക്പിറ്റിലേക്ക് സ്തോത്രം വിളിച്ചു പറഞ്ഞു, ഇത് ഫ്ലൈറ്റ് നമ്പർ സോ ആൻഡ് സോ ആണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് മേലേക്ക് പോകാൻ നിങ്ങൾ അനുവാദം തരണം. ഉടനെ കൺട്രോൾ ടവർ ഇപ്രകാരം പറഞ്ഞു, പ്രശ്നമുള്ളപ്പോൾ എല്ലാവരും താഴേക്ക് വരാനാണ് അനുവാദം ചോദിക്കുന്നത്. എന്നാൽ അവൻ പറഞ്ഞു, നോ, ഞാൻ വേറെ ബ്രാൻഡാണ്. ഓ കമോൺ ഹല്ലേലൂയ, ഓ കമോൺ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മുന്നിലും പിന്നിലും ഇരിക്കുന്ന രണ്ടുപേരെ തോളെ പിടിച്ചിട്ട് പറ, നമ്മൾ വേറെ ബ്രാൻഡാ. പറ, നമ്മൾ വേറെ ബ്രാൻഡാ. ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്നാ ഞാൻ പറഞ്ഞത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ വേറെ ബ്രാൻഡാ. പ്രശ്നമുള്ളപ്പോൾ നാട്ടുകാർ മുഴുവൻ താഴെ പോകുമ്പോൾ, പ്രശ്നമുള്ളപ്പോൾ സൺഡേ പ്രൊഫഷണൽ പ്രീച്ചേഴ്സ് താഴെ പോകുമ്പോൾ, പ്രശ്നമുള്ളപ്പോൾ അതേ ദശാംശ സ്തോത്രകാച്ച എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ താഴെ പോകുമ്പോൾ അഭിഷിക്തൻ പറയും, വാ. പ്രശ്നമുള്ളപ്പോൾ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമുക്ക് കയറാം. കൺട്രോൾ ടവറിനോട് പറഞ്ഞു, ഗീവ് മീ ദ പെർമിഷൻ. സ്തോത്രം, അതെ പെർമിഷൻ തന്നാട്ടെ, ഞാൻ മേലോട്ട് പോകട്ടെ. അവർ പറഞ്ഞു, ഓക്കെ സ്തോത്രം, ഇത്രയും ആടി ഉയരേക്ക് പോകാൻ ഞങ്ങൾ പെർമിഷൻ തന്നിരിക്കുന്നു. അഭിമാനം സ്തോത്രം കുത്തനെ താനിതാ ഉയർത്തുകയാണ്. അഭിമാനം ഉയരുന്നതനുസരിച്ച് ആ സ്തോത്രം അതേ കോക്പിറ്റിൻ്റെ ആ കരളുന്ന ശബ്ദം കുറഞ്ഞ് അവസാനം നിശബ്ദമായി വീണ്ടും കുറേ
ദൂരം കൂടെ അദ്ദേഹം പറന്നു. ആ നിർദ്ദിഷ്ട സ്ഥാനത്തിന് മുകളിൽ താൻ വന്നു. കൺട്രോൾ ടവറോട് ചോദിച്ചു, സ്തോത്രം, ഇത്ര ടവറിൽ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഇന്ന വിമാനമാണ് ഞാൻ. അവർ പറഞ്ഞു, സ്തോത്രം, അതേ ലാൻഡ് ചെയ്യുക. അദ്ദേഹം ലാൻഡ് ചെയ്ത് സ്തോത്രം ടച്ച് ഡൗൺ ചെയ്ത് ആ വിമാനം പാർക്ക് ചെയ്യുമ്പോൾ തണുത്ത് വിറങ്ങലിച്ച ഒരു എലി താഴെ കോക്പിറ്റിൽ നിന്ന് വീണു. ഈ ദിവസങ്ങൾ എലികൾ വീഴട്ടെ, എലികൾ വീഴട്ടെ. ഇസബേല് താഴേക്ക്, ഏലിയാവ് മേലേക്ക്. ഇസബേല് താഴേക്ക്, ഏലിയാവ് മേലേക്ക്. ഇസബേലുകൾ താഴേക്ക്, ഏലിയാവ് മേലേക്ക്. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ഹല്ലേലൂയ. നിനക്കെതിരെ തിന്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ, നിനക്കെതിരെ അപവാദം കേൾക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയുടെ ഗിയർ ചേഞ്ച് ചെയ്തോട്ടെ, നിന്റെ വിശുദ്ധിയുടെ ഗിയർ ചേഞ്ച് ചെയ്തോട്ടെ, വിശ്വാസത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്തോട്ടെ. ദൈവത്തോട് പറ, എനിക്ക് ഇങ്ങനെയല്ല ശുശ്രൂഷിക്കേണ്ടത്. ലെറ്റ് മീ ചേഞ്ച്. ഞാൻ ഇങ്ങനെയല്ല ആരാധിക്കേണ്ടത്, ഞാൻ എങ്ങനെയല്ല സ്തുതിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ അധരങ്ങളെ തുറന്ന കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ പകയ്ക്കുന്നവന്റെ വായ മിണ്ടാതാക്കുവാൻ നന്മയ്ക്കായ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. താങ്ക് യു ജീസസ്. വേദപുസ്തകം പറയുന്നു, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, എൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവർ. 4-ാമതായി തിരുവചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന സഹായി നിന്നെ മറക്കുന്നവനല്ല, തക്ക സമയത്ത് നിന്നെ ഓർക്കുന്നവനാണ്. ഓ സ്തോത്രം, നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവൻ നിന്നെ മറക്കുന്നവനല്ല, നിന്നെ ഓർക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നവൻ നിന്റെ നന്മയെല്ലാം എടുത്തതിനു ശേഷം നിന്നെ മറക്കുന്നവനല്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒത്തിരി പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ സ്തോത്രം, അതേ നിനക്ക് ഞെരുക്കം വന്നപ്പോൾ അവർ മറന്നു. നിങ്ങൾ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം വന്നപ്പോൾ അവരെ കാണാനില്ല. നിങ്ങൾ ഒത്തിരി പേര് നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്, പാസ്റ്റർമാർ ഒത്തിരി അതേ നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്, വിശ്വാസികൾ ഒത്തിരി നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവർക്ക് ഫോൺ ചെയ്താൽ സ്തോത്രം, അതേ അവർ ഫോൺ എടുക്കത്തില്ല. നിന്റെ നന്മയെല്ലാം ഊറ്റിയെടുത്തിട്ട് നിന്റെ കഷ്ടകാലം വന്നപ്പോൾ അവർ നിന്നെ മറന്നു കളഞ്ഞു. സ്തോത്രം, അതേ ജ്യൂസ് ബിസിനസ്സുകാരനെ പോലെ ആ ഓറഞ്ചിനെ അറുത്ത് പൊളിച്ചു വെച്ചിട്ട് നന്നായി പിഴിഞ്ഞ ശേഷം അതിൻ്റെ സത്തിനെ എടുത്ത് കൊത്തായപ്പോൾ അവർ നിന്നെ പുറത്ത് കളഞ്ഞു. നിന്റെ നന്മയെ ഓർത്തിട്ട് ഇപ്പോൾ നിന്നെ കണ്ട് ഹലോ പോലും പറയത്തില്ല. നിന്നെ സ്തോത്രം ഒരുമിച്ച് ആരാധിക്കാൻ വരുന്ന നിന്നെ നോക്കി ഒരു പ്രൈസലോടും പോലും പറയത്തില്ല. നീ ആയിരിക്കാം അവർക്ക് പ്രൊവിഷൻ കൊടുത്തത്, നീ ആയിരിക്കാം അവർക്ക് ഫീസ് അടയ്ക്കാൻ പൈസ കൊടുത്തത്. അവർ നിന്നെ മറന്നു കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ഞാൻ ഒത്തിരി കാര്യം മറന്നുപോയി. 32 വർഷം മുമ്പ് ഇന്ന സ്റ്റേഡിയത്തിൽ എന്താ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 30 വർഷം മുമ്പ് ഇന്ന ഗ്രൗണ്ടിൽ എന്താ പ്രസംഗിച്ചതെന്ന് പലതും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒത്തിരി കാര്യം ഞാൻ മറന്നുപോയി. എന്തുകൊണ്ട് കർത്താവേ മറവി ഞങ്ങൾക്ക് തന്നു എന്ന് ചോദിച്ചാൽ, മറവി ഇല്ലെങ്കിൽ നമ്മൾ മാനസിക രോഗിയായി പോകും. മൈൻഡ് ഈസ് ലൈക്ക് എ ബോക്സ്. മനസ്സെന്ന് പറയുന്ന ഒരു പൊട്ടി പോലെയാണ്. അതിന് സ്തോത്രം, അത് ഓർക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. സ്തോത്രം, മറവിയില്ലെങ്കിൽ നമ്മൾ മാനസിക രോഗിയായി പോകും. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, എന്നാൽ സ്തോത്രം, അൽഷിമസ് ഇല്ലാത്ത ഒരു സ്വർഗത്തിലെ അപ്പൻ സ്വർഗത്തിൽ നിനക്കായി ജീവിക്കുന്നു. മറവി രോഗം ഇല്ലാത്ത കർത്താവ് നിനക്കായി ജീവിക്കുന്നു. മനുഷ്യൻ മറക്കും, നിന്റെ നന്മയെ അനുഭവിച്ച ശേഷം മനുഷ്യൻ മറക്കും. എന്നാൽ അന്ധകാരത്താൽ സകല കണ്ണുകളും മൂടുമ്പോൾ മങ്ങിടാത്ത ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ ഓർക്കുന്നവനാണ്. ദൈവം നിന്നെ ഓർക്കുന്നവനാണ്. ദൈവം നിന്റെ പ്രാർത്ഥന ഓർക്കുന്നവനാണ്. നീ എത്ര ദിവസം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചു നിനക്കറിയത്തില്ല. കേൾക്കാൻ സ്തോത്രം. എന്നാൽ ദൈവം അത് ഓർക്കുന്നവനാണ്. എത്ര നേരം നീ കരഞ്ഞു, എവിടെയൊക്കെ കരഞ്ഞു, എത്ര തുള്ളി കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു വന്നു നിനക്കറിയത്തില്ല. എന്നാൽ സ്തോത്രം, ദൈവം നിന്റെ കണ്ണുനീർ ഓർക്കുന്നവനാണ്. ദൈവം നിന്റെ ഞെരുക്കത്ത് ഓർക്കുന്നവനാണ്. മനുഷ്യൻ മറക്കുന്ന ലോകത്ത് ദൈവം മറക്കാത്തവനാണ്. മനുഷ്യർ മറക്കുന്ന മനുഷ്യരുടെ നടുവിൽ നീ പാർക്കുമ്പോൾ സ്തോത്രം, ദൈവം നിന്നെ ഓർക്കുന്നവനാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അയ്യോ, നന്മ അനുഭവിച്ച ശേഷം മറക്കുന്നവരുണ്ടോ? നിശ്ചയമായി. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 7-ാം വാക്യം. അയ്യോ, യോസെഫിന്റെ പ്രൊഫറ്റിക് മിനിസ്ട്രി, യോസെഫിന്റെ ദൂത് ആ പാനപാത്ര വാഹന വലിയ അനുഗ്രഹമായിരുന്നു. പല വാഹകന്മാർക്കും നമ്മുടെ കൈവപ്പ് ഭയങ്കര അനുഗ്രഹമാണ്. നമ്മളെമാർക്ക് ഇഷ്ടമല്ല. നമ്മുടെ സ്തോത്ര പ്രസംഗത്തിന്റെ നോട്ടോമാര് യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റി അടുത്ത ഞായറാഴ്ചകൾ, അടുത്ത ദിവസങ്ങൾ വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കും. പക്ഷെ നമ്മളെ ഇഷ്ടമല്ല. ഞാൻ പറയട്ടെ, നിന്നെ ഇഷ്ടമില്ലാതെ നിന്റെ അഭിഷേകത്തെ മാത്രം സ്നേഹിക്കുന്നവർ നിന്റെ മിത്രങ്ങളല്ല, നിന്റെ ശത്രുക്കളാണ്.
യോസെഫ് ആ ലെവലിലായിരുന്നു. സ്തോത്രം. യോസെഫിന്റെ ദൂത് പാനപാത്രവാഹകന് വലിയ അനുഗ്രഹമായിരുന്നു. യോസെഫ് പറഞ്ഞു, സ്തോത്രം, നീ ദുബായി പോവും, പക്ഷെ നീ പോകുമ്പോ എന്നെ ഓർത്തോളണേ. അച്ഛാ, അടുത്ത വിസ, സ്തോത്രം, അറബിയുടെ അത് വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ അടിക്കുന്ന അടുത്ത വിസ അച്ഛനുള്ളതാണ്. അറബിയുടെ അലമാരയുടെ ഏറ്റവും അടിത്തട്ടിൽ നോട്ടുണ്ടെന്ന അത് ഒരു മെഷീനുണ്ട്, അതിൽ ആദ്യം വരുന്നതായ ദ്രഹാം മുഴുവൻ അച്ഛനുള്ളതാണ്. കാരണം അച്ഛൻ്റെ ദൂതാണ് എന്നെ, സ്തോത്രം, ദുബായിൽ ഇറക്കുന്നത്. അവൻ പോയെടുത്ത് പുല്ല് പോലും മുളയ്ക്കത്തില്ല. സ്തോത്രം. അവൻ മറന്നുപോയി. നിന്റെ പ്രാർത്ഥന, സ്തോത്രം, മറ്റുള്ളവർക്ക് വിടുതലായി. നിന്റെ പ്രാർത്ഥനയാണ് ആ വീട്ടിൽ കല്യാണം നടന്നത്. നിന്റെ കൗൺസിലിംഗ് ആണ് അവർ ഡിവോഴ്സിൽ പോകാത്തത്. നിന്റെ ആരാധനയാണ് പല കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയത്. നിന്റെ സ്തോത്രം വിയർപ്പും കണ്ണുനീരിന്റെ അധ്വാന ഫലമാണ് പലർക്കും നന്മയുണ്ടായത്. എന്നാൽ വളരെ ഫ്രണ്ട് റോ മുതൽ ഈ പിള്ളേർ ഉൾപ്പെടെ ഉള്ളതൊക്കെ നന്ദിയുള്ളവരായിരിക്കും, നന്ദിയില്ലാത്തവരായിരിക്കില്ല. നന്ദിയുള്ളവരായിരിക്കും. ആങ്കിളിന് നന്ദിയുള്ളവനായിരിക്കും, അങ്കിൾ ആൻറ്റിക്ക് നന്ദിയുള്ളവരായിരിക്കുക. കാരണം സ്തോത്രം, ഇത് നന്ദി ഇല്ലാത്തവരല്ല ഈ പുസ്തകം ചുമക്കേണ്ടത്, നന്ദിയുള്ളവരാണ് ഈ പുസ്തകം ചുമക്കേണ്ടത്. നന്ദിയുള്ളവർ മാത്രം രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. അതുകൊണ്ട് ഈ സർവീസ് കഴിഞ്ഞിട്ട് സ്തോത്രം, നീ അവരോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി കാണാം, മാസങ്ങളായി കാണാം. പക്ഷേ ഈ ദൂത്, സ്തോത്രം, അതെ, വെട്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്കിട്ട് വെട്ടുന്നു, നോ, ഞാൻ വെട്ടിയല്ല പ്രസംഗിക്കാൻ വന്നത്, ഞാൻ കുത്തി പ്രസംഗിക്കാനാണ് വന്നത്. പകൽക്കാലം, സ്തോത്രം, അതെ, അങ്ങനെയുള്ളവരോട് മനഃപൂർവ്വം ചെന്ന് സംസാരിച്ചാട്ടെ. എങ്ങനെയുണ്ട്? ജീവനോടെ ആയിരിക്കുന്നു? കൊറോണ വന്നു, ഒമിക്രോൺ പോയോ? ഉക്രൈനിൽ നിന്ന് കയറിയ പുടിൻ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങുമോ? സംസാരിച്ചാട്ടെ. നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ മക്കൾ നന്ദിയുള്ളവരായിരിക്കുക. പക്ഷേ പാനപാത്രവാഹകൻ, ഇതുപോലെ ഒരു മനുഷ്യൻ, നന്ദിയില്ലാത്തവൻ, അവൻ മറന്നു കളഞ്ഞു. 24 മാസം ഓർത്തില്ല. സ്തോത്രം. എല്ലാവരും ഇവിടെ ഈ ഹാളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് നിശബ്ദമായിട്ട് എല്ലാവരും ഒന്ന് ഓർക്കാൻ പറഞ്ഞേനെ. മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി നന്മ അനുഭവിച്ച കുടുംബങ്ങളുണ്ട്. നന്ദിയില്ലാത്തവരായിരിക്കല്ല, നന്ദിയുള്ളവരായിരിക്കുക. എന്താ തുറച്ചു നോക്കുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്താ എൻ്റെ മുഖത്ത് ഏതെങ്കിലും ഉണ്ടോ? ഇങ്ങനെ തുറച്ചു നോക്കുന്നത് മക്കൾ എന്തെങ്കിലും ഉണ്ടോടാ? സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാമല്ലോ. താങ്ക് യു, ഹല്ലേലൂയ. നന്ദിയുള്ളവരായിരിക്കുക, നന്ദിയില്ലാത്തവരായിരിക്കല്ല. 2 വർഷം പാനപാത്രവാഹകൻ ഓർത്തില്ല, 2 വർഷം ഓർത്തില്ല. പക്ഷേ ദൈവം ഓർത്തു. ഓർക്കേണ്ട നേരത്ത് ദൈവം ഓർത്തു. സ്തോത്രം. ഞങ്ങൾ ഓർത്തത് കൊണ്ടാണ് യോസെഫ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. 105 സങ്കീർത്തനം വളരെ കറക്റ്റായി പറയുന്നു. സ്തോത്രം. അതെ, 105, 106 സങ്കീർത്തനം, 105 സങ്കീർത്തനം 17 മുതൽ 20 വരെ കറക്റ്റായി പറയുന്നു. 105, 17 മുതൽ 20 വരെ ദൈവത്തിൻ്റെ വചനം നിറവേറിയപ്പോൾ, ദൈവത്തിൻ്റെ വചനം നിറവേറിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കുടുംബങ്ങളെ കേൾക്ക്, ദൈവത്തിൻ്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന ദിവസങ്ങളാണ് ഇത്. യെസ് യെസ് യെസ്. ആ കോഴി മുട്ട എടുത്തു, പലരും അത് സ്ക്രാമ്പിൾ എഗ്ഗായി അത് ഉണ്ടാക്കി കഴിച്ചു, പലരും ഓംലെറ്റ് ആക്കി അത് താപ്പിട്ടു. പക്ഷെ വേറെ ചിലർ പറഞ്ഞു, നോ, എൻ്റെ ദർശനം വിറ്റ് പൈസയാക്കാനുള്ളതല്ല, എൻ്റെ അഭിഷേകം വിറ്റ് പൈസയാക്കാനുള്ളതല്ല. എൻ്റെ അഭിഷേകം ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് ഈ വീട്ടിൽ കയറി സെല്ല് നടത്തി വിറ്റ് പൈസയാക്കാനുള്ളതല്ല. സ്തോത്രം. ആ മുട്ടയെ ചിറകിനടിയിൽ വെച്ച് 21 ദിവസം കാത്തിരിക്കുമ്പോൾ ആ ഷെല്ല് പൊട്ടിയ കൂടുകൾ, ആ സ്തോത്രം, അതെ, മുട്ടയുടെ തോട് പൊട്ടി എന്ന് പറഞ്ഞ് സ്തോത്രം, അതെ, കോഴിക്കുഞ്ഞ് പുറത്തിറങ്ങുന്നത് പോലെ കാത്തിരുന്നവർ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. ഉടയ്ക്കപ്പെടേണ്ട മണ്ഡലങ്ങളെ ഓടച്ച് നിന്റെ വചനം ഫുൾഫില്ലായി പുറത്തിറങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, സ്തോത്രം, അതെ, നിറവേറുകയാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, വചനം നിറവേറുകയാണ്. വചനം നിറവേറിയപ്പോ എന്റെ ദൈവം, സ്തോത്രം, യോസെഫിന് സ്വപ്നം കൊടുത്ത ദൈവം ഫറവോന് സ്വപ്നം കൊടുത്തു. ഫറവോന് സ്വപ്നം കൊടുത്തപ്പോൾ പാനപാത്രവാഹകൻ പകുതി ഉറങ്ങിയിരുന്നവൻ ഇപ്പോൾ ആ ശബ്ദം കേട്ട് കണ്ണു തുറന്ന അച്ചായനെ പോലെ അവൻ്റെ ഓർമ്മ മടങ്ങി വന്നു. 2 വർഷത്തിന് ശേഷം അവൻ്റെ ഓർമ്മ മടങ്ങി വന്നു. ദൂത് ഞാൻ കഥ പറയാനല്ല വന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിന്നെ ഓർക്കുവാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ നിന്നെ ഓർക്കുവാൻ പോകുകയാണ്. ഒരിക്കലും, സ്തോത്രം, അതേ, പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ, നിന്റെ പഴയ സുഹൃത്തുക്കൾ ഈ മണിക്കൂറിൽ നിന്നെ ഓർക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലക്ഷ്യ സഹായിയായി നിന്റെ പേരുകൾ അവർ മെൻഷൻ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വാതിലുകൾ തുറക്കുവാൻ പോകുകയാണ്. നീ അടഞ്ഞിരുന്നത് മതി, ഈ ജയിലിൽ കിടന്നത് മതി. ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ, സ്തോത്രം, കർത്താവ് നിന്നെ മാനിക്കുവാൻ
കാണുവാൻ വേണ്ടി പോകുന്നു. ദൂത് തീർന്നിട്ടില്ല മോനെ മേജർ. സ്തോത്രം. അതേ ദൂത് തീർന്നിട്ടില്ല. ഹല്ലേലൂയ. കെരീതു തോട്ടിലെ വെള്ളം വറ്റും, കാക്കയിലെ വരവ് നിൽക്കും. പക്ഷേ സാരാഭാത്തിലെ വിധവയെ ഒരുക്കുന്നവനായ ദൈവം നിന്നെ ഓർക്കുന്നവനാണ്. നിന്നെ ഓർക്കുന്നവനാണ് ദൈവം. ദൈവം നിന്നെ ഓർക്കുന്നവനാണ്. ചേർന്ന് പാടിയാണ്. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടില്. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവാദി വന്നിടില്. എൻ കാന്തൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലോ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കെരീതു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലു. കെരീതു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലു. സാരഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലോ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കൂ ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കൂ ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലോ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലോ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ പോറ്റിടു, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ നാഥൻ കാത്തിടു, എൻ പ്രിയൻ
പോറ്റിടൂ, എന്നാഥൻ നടത്തിടും അന്ത്യം. ഒരിക്കൽ കൂടെ മാറുകയില്ല ഞാൻ, മാറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിനു. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, ലോകന മാനവതി വന്നിടിനു. സ്വർഗം കേട്ട് തുറക്കട്ടെ. പ്രിയൻ പോറ്റിടൂ, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എന്നാഥൻ നടത്തിടും, എൻ പ്രിയൻ പോറ്റിടൂ, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. He is my destiny helper, one who guide me. എൻ്റെ വഴികാട്ടിയാകുന്ന എൻ്റെ ലക്ഷ്യ സഹായി, എൻ്റെ വഴികാട്ടിയാകുന്ന ലക്ഷ്യ സഹായി. എല്ലാ വഴിമുടക്കുകളും നിന്റെ വീട്ടിൽ നിന്ന് അകന്നു മാറുകയാണ്. വഴികാട്ടിയാകുന്ന ഏതോ അധ്യാപകൻ നിന്റെ കുഞ്ഞുമായി കണക്ട് ചെയ്യുവാൻ പോകുന്ന, വഴികാട്ടിയാകുന്ന ഏതോ പ്രൊഫസർ നിന്നോട് സംസാരിപ്പാൻ പോകുന്നു കുട്ടി. വഴികാട്ടിയാക്കുന്ന ഏതോ ബന്ധു നിന്റെ ഭവനത്തിൽ കയറി വരുവാൻ വേണ്ടി പോകുന്നു. പ്രവർത്തനം നഷ്ടപ്പെട്ട സ്റ്റക്കായി നിൽക്കുന്ന മെഷീനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, പ്രവർത്തനം നഷ്ടപ്പെട്ട സ്റ്റക്കായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇതാ നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഡെസ്റ്റിനി ഹെൽപ്പർ വഴികാട്ടിയായി കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. യോഹന്നാൻ 16:13 പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ വഴികാട്ടിയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ വഴികാട്ടണമേ, വഴികാട്ടണമേ. ഏതോ ആന്റിമാർ സംസാരിക്കട്ടെ, ഏതോ അങ്കിളുമാർ കടന്നു വരട്ടെ, വഴികാട്ടികളായി പലർ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എങ്ങാണ്ട് കിടന്നതായ ഒരു പെണ്ണുണ്ടായിരുന്നു. സ്ഥിരം ഞാൻ പറയുന്നത് പോലെ അവൾ 2 പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം അവൾ ജീവിതത്തിൽ നിലവിളിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം അവൾ നിലവിളിച്ചിട്ടുണ്ട്. 1 മഹ്ലോൻ സ്തോത്രമതേ മരിച്ചപ്പോൾ, 2 കില്യോൻ മരിച്ചപ്പോൾ, 3 അബിമലേക്ക് മരിച്ചപ്പോൾ, തന്റെ അമ്മായിയപ്പൻ മരിച്ചപ്പോൾ അവൾ നിലവിളിച്ചു. തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അവൾ നിലവിളിച്ചു. ഭർത്താവിന്റെ സഹോദരൻ സ്തോത്രം മരിച്ചപ്പോൾ അവർ നിലവിളിച്ചു. ജീവിതത്തിൽ ഘട്ടങ്ങളായി നിലവിളിച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ജീവിതത്തിൽ കണ്ണുനീർ കൊണ്ട് കിടക്കപ്പ നനച്ച ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ചെന്ന് നോക്ക്, നിന്റെ തലയിണയിൽ ഒരു പാടുണ്ടായിരിക്കും. വേൾഡ് മാപ്പ് അല്ല നിന്റെ തലയിൽ കിടക്കുന്ന പാട്. അർദ്ധരാത്രിയിൽ വലിച്ചിറങ്ങിയതായ കണ്ണുനീർ കൊണ്ട് നനയപ്പെട്ട പാട് നിന്റെ തലയിണയിലുണ്ട്. ഏത് റൂമിലാണോ അത് വീണത്, ഏത് വീട്ടിലാണോ അത് ഉണ്ടായത്, ഈ ദിവസങ്ങൾ വഴികാട്ടിയാകുന്നതായ ഒരു നവോമി നിന്നെ വിട്ടുപിരിയാതെ നീയുമായി കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. Come on, be people. ഒരു നവോമി നീയുമായി കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഒരു നവോമി നിന്നെ കുഴിയിൽ ചാടിപ്പിക്കാത്ത, നിന്റെ കെണിയിൽ പെടുത്താത്ത, നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതായ നവോമി പരിശുദ്ധാത്മാവിന്റെ അടയാളമായി നിന്നോട് സംസാരിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം സ്തോത്രം, നവോമിക്ക് അറിയത്തുള്ളൂ നിന്റെ വീണ്ടെടുപ്പുകാരൻ എവിടെ ഇരിക്കുന്നു. നവോമിക്ക് അറിയത്തുള്ളൂ നിന്റെ വീണ്ടെടുപ്പുകാരന് എന്താണ് ഇഷ്ടം. അർത്ഥം, പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ നിന്റെ കർത്താവ് എവിടെ ഇരിക്കുന്നു. ഒരു തിയോളജൻ അറിയത്തില്ല, ഒരു ബൈബിൾ സെമിനാരിക്ക് അറിയത്തില്ല. ഇന്ന് പകലും ഈ സർവീസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ എന്റെ കർത്താവായ യേശു എവിടെ ഇരിക്കുന്നു എന്ന്. ഇന്ന് പകൽ ക്രൈസ്റ്റ് നിലവിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവേ കാണിച്ചു തരണമേ എന്റെ വീണ്ടെടുപ്പുകാരൻ എവിടെ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവേ പറഞ്ഞു തരണമേ എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ എങ്ങനെയാണ്, എന്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടത്. നവോമി സ്തോത്രം അവളുമായി കണക്ട് ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ ഗൈഡായി പലരും നിന്നോട് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വേറൊരു പെൺകുട്ടി എനിക്ക് ഓർമ്മ വരുന്നു. സ്തോത്രം, അവൾക്ക് അപ്പനും അമ്മയും ഇല്ല. അർത്ഥം, അവൾ അനാഥയാണ്. അവളുടെ പേര് ഹദസ എന്നാണ്. ഹദസ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടിയാകുന്ന കൊഴുന്താണ്. കുറ്റിച്ചെടികളെ ആരും കാണാറില്ല, ഉയർന്ന വൃക്ഷങ്ങളെ പലരും കാണാറുള്ളൂ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്ത് വരുമ്പോൾ കുറ്റിച്ചെടികളെ ഞാൻ കണ്ടിട്ടില്ല. ഉയർന്നു നിൽക്കുന്ന തെങ്ങ് മരത്തെയാണ്
കാണുന്നത്. ശ്രദ്ധിക്ക്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് പല ഉന്നതന്മാരെ ശ്രദ്ധിക്കാതെ പോയി, പല നല്ലവർ ശ്രദ്ധിക്കാതെ പോയി. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് പല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയി. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട്, അവരെ കൈത്താങ്ങൽ കൊടുക്കേണ്ട പാസ്റ്റർമാരില്ലാത്തത് കൊണ്ട്, അവരെ വളർത്താത്ത, അതെ വളർത്തേണ്ടതായ സെൻട്രൽ പാസ്റ്റർമാരില്ലാത്തത് കൊണ്ട്, അവളെ വളർത്താത്ത, അവരെ തലവെട്ടുന്ന സൂപ്രണ്ടന്മാരുണ്ടായിരുന്നത് കൊണ്ട് പലര് അതേ സ്തോത്രം വഴിയിൽ വെച്ചും നശിച്ചു പോയി. എന്നാൽ യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ പുതിയൊരു ട്രെൻഡ് വെളിപ്പെടട്ടെ. കേരളത്തിൽ ഷർട്ടിന്റെയും പാൻസിന്റെയും ചുരിദാറിന്റെയും ട്രെൻഡ് അല്ല. ഹല്ലേലൂയ. കേരളത്തിൽ പുതിയ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിന്റെ ട്രെൻഡ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കാരണം സ്തോത്രം ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം അതേ നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് അത് കുരുടനെ കാണുവാൻ തക്കോണം കഴിയും, അത് ചെകിടനെ കേൾപ്പാനും കഴിയും. നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുന്ന കുരുടന് അത് കാണുവാൻ കഴിയും, അത് ചെകിടനെ കേൾപ്പാൻ കഴിയും. നിനക്ക് മനസ്സിലായില്ല? നീ ചെയ്യുന്ന നന്മ പ്രവൃത്തി അത് കുരുടനെ കാണുവാൻ കഴിയും, നീ ചെയ്യുന്ന നന്മ പ്രവൃത്തി അത് ചെകിടനെ കേൾപ്പാൻ കഴിയും. സകലരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തിന്മയല്ല നന്മ പ്രവൃത്തി വെളിപ്പെടട്ടെ. അനാദിയായി കിടന്നതായ ഹാദസ കൊഴുന്ത കുറ്റിച്ചെടി, ആ കുറ്റിച്ചെടിയെ ഒരു സിഡാർ വൃക്ഷമായി, ഒരു വലിയ ലബാനോലിന്റെ ദേവദാരുവായി ഒരുവൻ വളർത്തി. കുറ്റിച്ചെടിയാകുന്നതായ സ്തോത്രം അതേ കൊഴുന്തിനെ ഒരു വലിയൊരു വടുവൃക്ഷമായി സ്തോത്രം ഒരുവൻ വളർത്തി. യഹൂദ ചരിത്രത്തിൽ സഹോദരങ്ങളെ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ഒരു പെണ്ണിനെ കാണുവാൻ കഴിയും. ഒരു ദിവസം സ്തോത്രം യൂറോപ്പിലെ ഒരു എയർപോർട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു യഹൂദനെ കണ്ട് ഞാൻ ചോദിച്ചു, സാർ എങ്ങോട്ട് പോവാ? ഞാനൊരു പാസ്റ്റർ എങ്ങോട്ട് പോവാ? അവൻ പറഞ്ഞു, ഞാൻ പുരീം ആഘോഷിപ്പാൻ പോവുകയാണ്, പുരീം ആഘോഷിപ്പാൻ വേണ്ടി പോവുകയാണ്. ഓഹോ, എന്താ പുരീം? എസ്തർ നിമിത്തമാണ് പുരീം ഉണ്ടായത്. അവളൊരു കുറ്റിച്ചെടിയായിരുന്നു, പക്ഷേ ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആകുന്ന ഒരു മൊർദെഖായി അവളുമായി കണക്ട് ചെയ്തത് കൊണ്ട്, കുറ്റിച്ചെടി വടുവൃക്ഷമായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വലിയപ്പച്ചൻ കുറ്റിച്ചെടിയായിരുന്നു, നിന്റെ അപ്പൻ കുറ്റിച്ചെടിയായിരുന്നു, നിന്റെ സഹോദരങ്ങൾ കുറ്റിച്ചെടിയായിരുന്നു, നിന്റെ കൊച്ചപ്പന്മാരുടെ മക്കളും കസിൻസും സകലരെ കുറ്റിച്ചെടിയാണ്. അവർ നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്കുള്ള പ്രവചന ശബ്ദം, ദൈവം ഒരു പ്രത്യേക പദ്ധതിക്കായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഓ, ആരെങ്കിലും ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവം ഒരു പ്രത്യേക പദ്ധതിക്കായി ഒരു ചരിത്രം നനയുവാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2022 ഈ 3-ാം മാസത്തിൽ നിന്റെ മൊർദെഖായി നിന്റെ കോളിംഗ് ബെൽ അമർത്തുകയാണ്. നിന്റെ മൊർദെഖായി നിന്റെ കോളിംഗ് ബെൽ അമർത്തുകയാണ്. നിന്റെ മൊർദെഖായി നിന്റെ നവോമി നിന്നെ ചേർത്ത് പിടിക്കുകയാണ്. നിന്റെ നവോമി നിനക്ക് ചില വെളിപ്പാടുകൾ പറയുകയാണ്. നിന്റെ നവോമി നിന്നോട് ആലോചന പറയുകയാണ്. നിന്റെ നവോമി നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. ആരോടാണ് ഞാൻ പ്രവചിക്കുന്നത്? A supernatural preparation, exam ഹാളിന് വേണ്ടി a supernatural preparation. ശഖലേമനി ഹാതുരറബ ശംദലറബരിയസ്യ വാദരനാരാധിക്ക്. ഓ, അഭിഷേകത്തിന്റെ പദപ്പ് വ്യക്തിയായി കുടുംബമായി ഇന്ന് പകൽക്കാലം വീഴുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഒരുങ്ങട്ടെ. ഡെസ്റ്റിനി ഹെൽപ്പർ കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. നിന്റെ നവോമി, നിന്റെ സ്തോത്രം മൊർദെഖായി നിന്റെ ഭവനത്തിൽ കയറി ഇറങ്ങാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയത്തിൽ ചത്തു ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന ആഗ്രഹങ്ങളെ തട്ടി ഉണർത്തുന്ന നവോമിമാർ, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങളെ സംഭവിപ്പാൻ, ഒരിക്കലും വീട്ടിൽ നടന്നിട്ടില്ലാത്തത്, ഒരിക്കലും ബന്ധുക്കൾ നടന്നിട്ടില്ലാത്തത്, not by might nor by power but by the Spirit of God, ദൈവത്തിന്റെ ആത്മാവിൽ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുപ്പാൻ നിന്റെ നവോമിമാർ, നിന്റെ മൊർദെഖായിമാർ നിന്റെ ഭവനത്തിൽ കയറി വരുവാൻ വേണ്ടി പോകുന്നു. യെസ് മക്കളെ, പുതിയൊരു ട്രെൻഡ് സഭയിൽ, പുതിയൊരു ട്രെൻഡ് യേശുവിന്റെ നാമത്തിൽ ക്രിസ്ത്യൻ മണ്ഡലത്തിൽ, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയിൽ പുതിയൊരു ട്രെൻഡ്. ആരെന്റെ കൂടെ ആത്മാവിൽ ഇന്ന് പകൽക്കാലമുണ്ട്? ഇന്ത്യൻ ചർച്ചിൽ പുതിയൊരു ട്രെൻഡ്
ബ്രസീൽ കണ്ടുപിടിക്കട്ടെ, അമേരിക്ക കുനിഞ്ഞു നോക്കട്ടെ, യൂറോപ്പ് അതേ പകർത്തട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ട്രെൻഡ് വെളിപ്പെടട്ടെ. Destiny helpers, destiny helpers, destiny helpers, destiny helpers. ഞാനിത് പറഞ്ഞിട്ടില്ല, പറയാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷേ I sense in the presence of God. ഇത് ദൈവത്തിന്റെ സീസണാണ്. ദൈവത്തിന്റെ സീസന്റെ വാതുക്കൾ ദൈവം നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കാരണം ഈ ഹാൾ എഴുന്നേറ്റ് കഴിഞ്ഞോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പുതിയൊരു ട്രെൻഡ് യേശുവിന്റെ നാമത്തിൽ. ട്രെൻഡ് മേക്കിംഗ് അനോയിന്റിംഗ് ആർക്ക് വേണം? ട്രെൻഡ് മേക്കിംഗ് അനോയിന്റിംഗ് വേണോ? യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ട്രെൻഡ് മേക്കിംഗ് അനോയിന്റിംഗ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ഡെസ്റ്റിനി ഹെൽപ്പർ കമന്ററി അല്ല പറയുന്നത്. ഡെസ്റ്റിനി ഹെൽപ്പർ പറയുന്നത്, നിന്റെ ലക്ഷ്യ സഹായി പറയുന്നത് ചുറ്റുപാട് നടക്കുന്നതല്ല പറയുന്നത്. ചുറ്റുപാട് നടക്കുന്ന പറയണമെങ്കിൽ റേഡിയോ കേട്ടാ പോരയോ, TV കണ്ടാ പോരയോ. പക്ഷെ ഡെസ്റ്റിനി ഹെൽപ്പർ പറയുന്നത് റെവലേഷൻ ആയിരിക്കും പറയുന്നത്. യോഹന്നാൻ 16:13-15 വരെ അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. ഓ എനിക്ക് വിവരിപ്പാൻ നേരമില്ല. കാരണം ഈ ഒരു ട്രെൻഡിൽ നമ്മളിങ്ങനെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് നിൽക്കുകയാണ്. അടുത്തൊരു ഇമ്പാർട്ടേഷനെ നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. കേട്ടവരെല്ലാം ആമേൻ പറഞ്ഞാട്ടെ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. ഓ സ്തോത്രം. 3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. പെട്ടെന്ന് പറ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. മിസ്റ്റർ ബൈഡൻ നിങ്ങളുടെ വൈറ്റ് ഹൗസിൽ വെളിപ്പെടാത്തത് ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടും. മിസ്റ്റർ പുടിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് അതേ മുട്ടുമടക്കി അന്യഭാഷ പറയുന്ന നമ്മുടെ അമ്മാമ്മമാർ ലോക രാജ്യങ്ങളിൽ നടക്കുന്നത് ഓപ്പിയെടുക്ക്. കാരണങ്ങൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുക. അതുകൊണ്ട് ഒരു ഡെസ്റ്റിനി ഉണ്ടെന്ന് പറയുന്നവൻ, ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നവൻ ജീവിക്കുന്നത് പരിഹാസിയുടെ ഇരിപ്പിടത്തിലല്ല നീ ഇരിക്കേണ്ടത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നവൻ പരിഹാസിയുടെ ഇരിപ്പിടത്തിലല്ല ഇരിക്കേണ്ടത്. ഒരു പ്രൊഫറ്റിക് അറ്റ്മോസ്ഫിയറിലാണ് നീ ജീവിക്കേണ്ടത്. എത്ര പേർ ആമേൻ പറയുന്നു? ഒരു പ്രൊഫറ്റിക് അറ്റ്മോസ്ഫിയറിലാണ് നീ ജീവിക്കേണ്ടത്. ഈ ഹാൾ ഇനി മൈക്കുമായി കൊണ്ട് നടന്ന് ചിലതിൻ്റെ എല്ലാം തലയ്ക്ക് പിടിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അന്തരീക്ഷം ക്ലീൻ ചെയ്. നിന്റെ വീട്ടിൽ വന്നിരുന്ന വാക്കും ചാക്കും പോക്കും പറഞ്ഞതായ ഓ ഹല്ലേലൂയ സ്തോത്രം, അതേ അന്തരീക്ഷം ക്ലീൻ ചെയ്. അതല്ല ഇനി കേൾക്കേണ്ടത്. റെവലേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് വിസ്ഡം നോളജ് ഇൻ ജീസസ് നെയിം. ആ വീട്ടിലിരിക്കുന്ന എല്ലാം പ്രവചിച്ചു തുടങ്ങിയോട്ടെ. ഒരു പ്രൊഫറ്റിക് ചേംബറിലേക്ക് പലതിനെ കർത്താവ് ഇന്ന് പകൽക്കാലം തള്ളി കയറ്റുകയാണ്. ഒരു പ്രൊഫറ്റിക് ചേംബറിലേക്ക് പലരെ കർത്താവ് ഇന്ന് പകൽക്കാലം തള്ളി കയറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഭ മുഴുവനും ഇന്ന് പകൽ പ്രവാചകന്മാരും പ്രവാചകിമാരും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ സഭ മുഴുവനും പ്രവാചകന്മാരും പ്രവാചകിമാരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഡെസ്റ്റിനി ഹെൽപ്പർ ജീവിക്കുന്നത് സാധാ അറ്റ്മോസ്ഫിയറിലല്ല. ഇൻഡോർ പ്ലാന്റിനെ എടുത്ത് പുറത്ത് വെച്ചാൽ അത് ഉണങ്ങിപ്പോകും. നീ പുറത്ത് പോകല്ല. നീ ഒരു പ്രൊഫറ്റിക് അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രവചന ശബ്ദം പറയുന്ന ആന്റിമാരുടെ അങ്കിളുമാരുടെ സ്തോത്രം ദൈവമക്കളുടെ അന്തരീക്ഷത്തിൽ ജീവിച്ചാണ്. ബ്രദർ ദിനകരൻ പണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പുള്ളിയുടെ പ്രാർത്ഥന അവരെ തൊടണമേ, അവരെ അനുഗ്രഹിക്കണം, മറ്റവരെ ഓർക്കുന്ന ഇതല്ല. പുള്ളിയുടെ പ്രാർത്ഥന 8 മണിക്കൂർ ശതാബ്ദി എക്സ്പ്രസ് പോകുന്നത് പോലെ അന്യഭാഷയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. ബ്രദർ ദിനകരൻ അന്യഭാഷയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സ്തോത്രം അതേ പരിശുദ്ധാത്മാവ് തനിക്കൊരു ദർശനം കാണിച്ചു കൊടുത്തു. ആ ദർശനം ഇതാണ്. നരകം തുറന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നരകത്തിൽ വീഴുന്നു. സ്തോത്രം. നരകം തുറന്ന് ആ അമേരിക്കൻ പ്രസിഡന്റ് സ്തോത്രം ഇതാ നരകത്തിൽ വീഴുന്നു. അയ്യോ, പുള്ളി വൈറ്റ് ഹൗസിലല്ലയോ, വാഷിംഗ്ടൺ DC-ലല്ലയോ? ഇതെങ്ങനെയാ കർത്താവേ നടക്കുന്നത്? പ്രാർത്ഥന കഴിഞ്ഞു, ചില സെക്കൻഡ് കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് അന്ന് TV ഇല്ല, റേഡിയോ ഓൺ ചെയ്തപ്പോൾ BBC, ആരുടെ പേരല്ല ഞാൻ പറഞ്ഞത്, സ്തോത്രം അതെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC റേഡിയോ പറഞ്ഞു, ചില സെക്കൻഡ് മുമ്പ്, ചില മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു.
ലോകത്തിലെ ഏറ്റവും അന്ന് വേഗത്തിൽ ന്യൂസ് എത്തിക്കുന്നതാണ് BBC. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ന്യൂസ് എത്തിക്കുന്ന BBC പറഞ്ഞു, സ്തോത്രം, ഇന്ന പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവുള്ളവൻ പറയും, സോറി BBC, ലേറ്റ് ന്യൂസ് ആയി പോയി. BBC അറിയുന്നതിന് മുമ്പ് മുട്ടിന്മേൽ നിന്ന ഞാൻ അറിഞ്ഞു. BBC പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിന്റെ ബോഡി ഇന്ന് ജീവിക്കട്ടെ, നിന്റെ ആത്മാവ് ഭാവിയിൽ ജീവിക്കട്ടെ. എത്ര പേർ കേട്ടു? നിന്റെ ശരീരം ഇന്ന് ജീവിക്കട്ടെ, നിന്റെ ആത്മാവ് ഭാവിയിൽ ജീവിക്കട്ടെ. കരങ്ങളെ അടിച്ചാരാധിച്ചേ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തും. കണ്ണുകളെ തുറക്കണമേ, ചെവികളെ തുറക്കണമേ, ഹൃദയത്തെ ഒരുക്കണമേ. കണ്ണുകളെ തുറക്കണമേ, ചെവികളെ തുറക്കണമേ, ഹൃദയങ്ങളെ ഒരുക്കണമേ. ഡെസ്റ്റിനി ഹെൽപ്പർ സംസാരിക്കുന്നത് അവരെ കാര്യം, എവരെ വിശേഷമല്ല. ഡെസ്റ്റിനി ഹെൽപ്പർ, ലക്ഷ്യ സഹായി സംസാരിക്കുന്നത് ദൈവിക വെളിപ്പാടുകളായിരിക്കും. ഏഴ് പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, ദൈവനാമം നിങ്ങളുടെ ഭയങ്കരമായി മഹത്വം എടുക്കുവാൻ പോകുന്നു. പെട്ടെന്ന് പറഞ്ഞേ, അവരെ തോളെ പിടിച്ച് പറ. സഹോദരന്മാർ തമ്മിൽ തോളെ പിടിച്ച് പറ. തോളിൽ പിടിച്ച് പറയാൻ പറയുമ്പോൾ കൈ പിടിക്കുന്ന ജനം സ്തോത്രം പറഞ്ഞോട്ടെ, ദൈവനാമം ഭയങ്കരമായി നിന്നിൽ മഹത്വം എടുക്കാൻ പോകുന്നു. ദൈവനാമം നിങ്ങളിൽ ഭയങ്കരമായി മഹത്വം എടുക്കുവാൻ പോകുന്നു. ചിലർ തൊടുന്നില്ല, ഇച്ചിയായിരിക്കും. സ്തോത്രം, അതെ, ഹല്ലേലൂയ. ദൈവനാമം നിന്നിൽ ഭയങ്കരമായി മഹത്വം എടുക്കുവാൻ പോകുന്നു. പ്രവചിച്ചാ പറഞ്ഞത് ദൈവനാമം നിന്നിൽ ഭയങ്കരമായി മഹത്വം എടുക്കുവാൻ പോകുന്നു. ദൈവനാമം ഭയങ്കരമായി നിന്നിൽ മഹത്വം എടുക്കുവാൻ പോകുന്നു. കിഴക്ക് സൂര്യനുദിച്ചതുപോലെ ദൈവനാമം നിന്നിൽ, നിന്റെ വീട്ടിൽ ഭയങ്കരമായ മഹത്വം എടുക്കുവാൻ പോകുന്നു. ദൈവനാമം നിന്നില്, നിന്റെ സ്തോത്രം, അത് വീട്ടിൽ ഭയങ്കരമായി മഹത്വം എടുക്കുവാൻ പോകുന്നു. കാരണം ഡെസ്റ്റിനി ഹെൽപ്പർ കയറി വരുന്നത്, ലക്ഷ്യ സഹായി കയറി വരുന്നത്, അവൻ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനായിരിക്കും. യോഹന്നാൻ 16:14 പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെത്താൻ ഉയർത്തത്തില്ല, അവൻ യേശുവിനെയാണ് ഉയർത്തുന്നത്. രണ്ടിലൊന്നായിരിക്കും നിങ്ങൾ നടക്കുന്നത്. ഒന്ന് തന്നെത്താൻ ഉയർത്തി. ഞാൻ എങ്ങനെയുള്ളവനെന്നറിയോ? ഞാൻ ബക്കിംഗ്ഹാം പാലസിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് എന്ന് പറയുന്നവന് മനസ്സിലാക്കണം, എൻ്റെ പഞ്ചായത്തിൽ കർത്താവില്ല, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ അല്ല ഉയർത്തുന്നത്, പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർത്തുന്നവനാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. കമാൻ. പരിശുദ്ധാത്മ പ്രസ്ഥാനത്തെ ഉയർത്തത്തില്ല, പരിശുദ്ധാത്മ അപ്പച്ചന്മാരെ ഉയർത്തത്തില്ല, പരിശുദ്ധാത്മ പാരമ്പര്യത്തെ ഉയർത്തത്തില്ല, പരിശുദ്ധാത്മാവ് ചട്ടത്തെയും വട്ടത്തെയും ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമത്തെ ഉയർത്തത്തുള്ളൂ. ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തെ മാത്രം ഉയർത്തിയാട്. യേശുവിന്റെ നാമത്തെ ഉയർത്തിയാട്. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയവനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ നിർത്തി. സ്തോത്രം, അതെ, ഞാൻ അവസാനിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. കർത്താവ് യേശു ക്രിസ്തു ക്രൂശുമേൽ തകർക്കപ്പെട്ടു. പക്ഷേ യേശു പരിശുദ്ധാത്മാവ് നിമിത്തമാണ് സ്തോത്രമാൻ ദൈവകൃപയാൽ ഉയർത്തത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി റിസർച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിക്കുകയുണ്ടായി. ഓക്സ്ഫോർഡ് സ്തോത്രം, അതെ, റിസർച്ച് പറയുന്നത് യേശു കർത്താവിന്റെ കൈകളിലൂടെ കാലുകളിലൂടെ അടിച്ചിറക്കി ആണിക്ക് 3/4 ഇഞ്ച് കനമുണ്ടായിരുന്നു, 8 ഇഞ്ച് നീളമുണ്ടായിരുന്നു. 3/4 ഇഞ്ച് കനവും 8 ഇഞ്ച് നീളമുള്ള ആണിയായിരുന്നു. കാൽ തണ്ടയെ തകർത്ത് സ്തോത്രം നിനക്ക് വേണ്ടി യേശു കർത്താവ് പെടഞ്ഞ ക്രൂശിന്മേൽ മരിച്ചത്. എന്നാൽ കേൾക്കാം, ആണിയുടെ ബലമല്ല, 6 മണിക്കൂർ നേരം അവനെ ക്രൂശിൽ പിടിച്ചു നിർത്തിയത് നിന്നോടുള്ള സ്നേഹമായിരുന്നു. യേശുവിനെ ക്രൂശിൽ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ. ഓക്സ്ഫോർഡ് സ്തോത്രം, അതേ, സ്റ്റഡി ഈ പ്രകാരമാണ് പറയുന്നത്. റിസർച്ച് ഇങ്ങനെ പറയുന്നു, 17 മണിക്കൂർ നേരം യേശു കർത്താവിന് ഒരിറ്റ് വെള്ളം പോലും ആരും കൊടുത്തില്ല. ക്രൂശിൽ യേശു കർത്താവ് സ്തോത്രം പെടഞ്ഞ് മരിക്കുമ്പോൾ 17 മണിക്കൂർ അവൻ അല്പം പോലും വെള്ളം കുടിച്ചില്ല. 17 സ്തോത്രം, അതേ, മൂർത്തതായ പിലാക്രിസ്തി എന്ന മുള്ളുകൾ അവന്റെ തലയിൽ ഉണ്ടായിരുന്നു. ഒരു മുള്ള കണ്ണിനെ കുത്തി തുറന്നാണ് പുറത്തേക്ക് നിന്നത്. പ്രധാനമായി 17 സ്തോത്രം ആഴത്തിലുള്ളതായ മുള്ളുകളാണ് ആ മുൾക്കിരീടത്തിൽ യേശുവിന്റെ തലയിൽ സ്തോത്രം അടിച്ച് ഇറക്കപ്പെട്ടത്.
5000-ത്തിലധികം മുറിവുകളാണ് യേശുവിന്റെ ശരീരത്തിൽ മുഴുവനായി ഉണ്ടായിരുന്നത്. മോർ ദാൻ 5000 wounds. 5000-ത്തിലധികം മുറിവുകൾ. ശ്രദ്ധിക്കുക, ഓർത്തഡോക്സിനല്ല, കത്തോലിക്കനല്ല, മർത്തോമയ്ക്കല്ല, CSIക്കല്ല, പെന്തിക്കോസിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി യേശു കർത്താവ് സ്വന്തം ശരീരത്തിൽ 5000-ത്തിലധികം മുറിവുകൾ ഏറ്റെടുത്ത്. അതിൽ 150 മുറിവുകൾ വളരെ ആഴത്തിൽ ഉള്ളതായിരുന്നു. 6.5 ലിറ്റർ രക്തമായിരുന്നു യേശു കർത്താവ് ക്രൂശിന്മേൽ ഒഴുകിയത്. സ്വന്തം ശരീരത്തിൽ നിന്ന് 6.5 ലിറ്റർ സ്തോത്രം രക്തമൊഴുക്കി. കാരണം അവൻ 5 അടി 11 ഇഞ്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു, 85 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. സ്റ്റഡി പറയുന്നു, സ്തോത്രം ബൈബിൾ പറയുന്നില്ല, 6.5 ലിറ്റർ രക്തമാണ് സ്തോത്രം ക്രൂശിൽ മാത്രം അവനിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോയത്. സ്തോത്രം. അവസാനമായവൻ ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അവൻ മരിച്ചെന്ന് ശതാധിപനോ കൃഷിക്കാരനോ പടയാളിയോ അല്ല പറഞ്ഞത്. ഡോക്ടർ ലൂക്ക് എഴുതിയിരിക്കുന്നു, ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. ലൂക്കോസ് എന്ന വൈദ്യൻ, ലൂക്കോസ് എന്ന ഡോക്ടർ തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. അവൻ മരിച്ചു, യേശു കർത്താവ് മരിച്ചു. 5000-ത്തിലധികം മുറിവുകൾ ചുരുട്ടിക്കെട്ടി തകർന്ന തരിപ്പടമായി. ഈ വലിയ ബിൽഡിങ്ങിന്റെ മേലെ നിന്നൊരു പിഞ്ഞാണം വലിച്ചെറിഞ്ഞാൽ, ഒരു പാത്രം വലിച്ചെറിഞ്ഞാൽ നിലത്ത് വീണ് തകരുന്നത് പോലെ തകർക്കപ്പെട്ട യേശു. ഞാൻ സുവിശേഷം പറയട്ടെ, നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തു. അവന്റെ പണി നിന്നിൽ വെളിപ്പെടുവാൻ. നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തു. തിരുവനന്തപുരത്ത് അവന്റെ പണി നിന്നിൽ വെളിപ്പെടുവാൻ യേശു കർത്താവ് തകർക്കപ്പെട്ടു. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞു, ഡോൺ വറി, ഞാൻ വരാം, ഞാൻ വന്ന് നിന്നെ ഉയർത്താം. എത്ര തിന്മകളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവ് ഉയർത്തുന്നവനാണ്. അയ്യോ അങ്കിളെ, അത് മറ്റേ ദൂരെ ഉള്ളവരല്ല എനിക്ക് പ്രശ്നം, അടുത്തുള്ളവരാണ് എനിക്ക് പ്രശ്നം. എൻ്റെ ഓൺ കുടുംബക്കാരാണ് എനിക്ക് പ്രശ്നം, എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കാണ് എനിക്ക് പ്രശ്നം. ശ്രദ്ധിക്കുക, സ്തോത്രം. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യം തകർന്നത് പുറത്തുള്ള പ്രശ്നം കൊണ്ടല്ല, അകത്തുള്ള പ്രശ്നം കൊണ്ടാണ്. ദൈവസഭ കേൾക്കണം, ദൈവസഭ തകരുന്നതിന് പ്രശ്നം ഭീമാവളിയും സ്തോത്രം അതിരമ്പുഴയും കൊണ്ടല്ല, സഭയ്ക്ക് അകത്തുള്ളതായ പ്രശ്നം കൊണ്ട്. അകത്തിരിക്കുന്ന സകല കുറുക്കൻ പടയും ഇന്ന് പകൽ ഈ തീയുടെ മുൻപിൽ എരിഞ്ഞ് പുറത്തു പോകട്ടെ. റോമാ സാമ്രാജ്യത്തിന് അകത്തായിരുന്നു പ്രശ്നം. സ്തോത്രം. അതെ, BC 45 ആയപ്പോൾ റോമാ സാമ്രാജ്യം ഭയങ്കര മഹത്വത്തിൽ സ്തോത്രം അതെ ഉയർത്തപ്പെട്ടു. ഭയങ്കര മഹത്വത്തിൽ റോമാ സാമ്രാജ്യം ഉയർത്തപ്പെട്ടു. ജൂലിയസ് കൈസർ അല്ലെങ്കിൽ ജൂലിയസ് സീസർ റോമാ സാമ്രാജ്യത്തെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അകത്തുണ്ടായിരുന്നതായ സെനറ്റേഴ്സ്, അകത്തുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് എല്ലാവരും പ്രസംഗിക്കണം, എല്ലാവരും ഭരിക്കണം. അകത്തുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് എല്ലാവരും ശുശ്രൂഷിക്കണം, എല്ലാവർക്കും സ്തോത്രം അതേ പ്രസിദ്ധരാകണം. അകത്തുണ്ടായിരുന്ന എല്ലാവർക്കും സ്തോത്രം പ്ലാറ്റ്ഫോം, എല്ലാവർക്കും സ്തോത്രം പേര് വേണം. അകത്തുണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും ഉയരണം, ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങളും വലിയവരാണ് എന്ന് പറഞ്ഞു. ഈ ജൂലിയസ് സീസർ ആ സാമ്രാജ്യത്തെ ഏറ്റവും ഉയർത്തിയതായ ജൂലിയസ് സീസറിനെതിരെ ഗൂഢാലോചനയുണ്ടാക്കി. പല വീഡിയോസ് ഞാൻ നോക്കി, പല ചരിത്ര രേഖകൾ ഞാൻ നോക്കി. അവനെതിരെ ഗൂഢാലോചന ചെയ്യുകയാണ്. ഫോണിലും നേരിട്ടും പലരും ചെയ്യുന്നത് പോലെ ഗൂഢാലോചന ചെയ്യുകയാണ്. അങ്ങനെ ഗൂഢാലോചന ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു സ്വന്തം മകനെ പോലെ ജൂലിയസ് സീസർ വളർത്തിക്കൊണ്ടുവന്നതായ ബ്രൂട്ടസ്. ഒരു ദിവസം സെനറ്റേഴ്സ് ഒരു ഹാളിലേക്ക് സ്തോത്രം ഇറച്ചു കയറി തലങ്ങും വിലങ്ങും സ്തോത്രം അതെ ജൂലിയസ് സീസറിനെ കുത്തി. ജൂലിയസ് സീസറിനെ തലങ്ങും വിലങ്ങും കുത്തിയപ്പോൾ ഇങ്ങനെയാണ് ചരിത്ര രേഖകളിൽ കാണുന്നത്. അദ്ദേഹം പിടിച്ചു നിന്നു. ചിലതെല്ലാം തട്ടിമാറ്റി, ചിലതെല്ലാം മാരകമല്ലാത്ത മുറിവായി ഒഴിഞ്ഞു മാറി. പക്ഷേ അവസാനം വന്നപ്പോഴേക്കും സ്തോത്രം സ്വന്തം പാത്രത്തിൽ ആഹാരം കഴിപ്പാൻ സ്വാതന്ത്ര്യം കൊടുത്തതുപോലെയുള്ളതായ ബ്രൂട്ടസ് വരികയാണ്. ബ്രൂട്ടസ് വന്നപ്പോൾ സ്തോത്രം അറിയാതെ താൻ പറഞ്ഞു പോയതായി വില്യം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നു. യു ടു ബ്രൂട്ടസ്. സ്തോത്രം. അതെ, ലാറ്റിനിൽ പറഞ്ഞാൽ എറ്റു ബ്രൂട്ടെ, യു ടു ബ്രൂട്ടസ്.
രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവനെ യു ടു, സ്നാനപ്പെട്ടെന്ന് പറയുന്നവനെ യു ടു, എന്ന് പറയുന്ന യു ടു ബ്രൂട്ടസ്. മഷി കൊണ്ടെഴുതിയതല്ല, സ്നേഹം കൊണ്ടെഴുതിയ ഈ പുസ്തകം ചുമക്കുന്ന യു ടു ബ്രൂട്ടസ്. ചരിത്രം പറയുന്ന പുള്ളി നിന്ന് കൊടുത്തു, കുത്തിയിട്ട് പോ, കൊന്നിട്ട് പോ. കാരണം തന്റെ ഇമോഷണലി തഞ്ചത്തു, ഇമോഷണലി മരണം സ്തോത്രം ഏറ്റെടുത്തു, മരിക്കാൻ തീരുമാനിച്ചു. ദൈവമക്കൾ എന്ന് പറയുന്നവർ ഇതല്ലേ ചെയ്യുന്നത്? ആത്മീയ ലേബൽ കെട്ടുന്നവർ, ആത്മീയ വേഷം കെട്ടുന്നവർ. KPSC അല്ല ഏറ്റവും വലിയ നാടകവേദി. സൺഡേ കാണാം നാടകം, സ്തോത്രം, നാടകം, ആത്മീയ നാടകം കളിക്കുന്നവർ. സഹോദര വർഗത്തിനെതിരെ യൂട്യൂബ് ബ്രൂട്ടസ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. സഖിയോൻ മാളിക മുറിയിൽ ഒരു ബ്രൂട്ടസ് ഉണ്ടായിരുന്നു. ബൈബിളിൽ അവൻ്റെ പേരെഴുതിയിരിക്കുന്ന യൂദാസ്. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യ്, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യ്. ആരൊക്കെയോ കരയുന്നു. എൻ്റെ വീടിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത്, എൻ്റെ ബന്ധുക്കളുടെ കാര്യമാണെങ്കിൽ പറയുന്നത്. എൻ്റെ പേര് വേറെ വല്ലതുമായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ. ബ്രൂട്ടസ് എന്നായിരിക്കത്തില്ല. സീസറിൻ്റെ സ്തോത്രം, അതേ രാജധാനിയിലുള്ളവൻ ബ്രൂട്ടസ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവൻ്റെ പേര് വേറെ എന്തേലും ആയിരിക്കാം. പക്ഷേ എത്ര ബ്രൂട്ടസ് ഉണ്ടെങ്കിലും, എത്ര കയ്യഫ ഉണ്ടെങ്കിലും, എത്ര പീലാത്തോസ് ഉണ്ടെങ്കിലും, എത്ര പീലാത്തോസിൻ്റെ ഭാര്യ ഉണ്ടെങ്കിലും, എത്ര തിന്മകളുണ്ടെങ്കിലും, മറുവശത്ത് പരിശുദ്ധാത്മാവ് പറയും, ഡോണ്ട് വറി, നിനക്കൊരു ഉദ്ധാരണമുണ്ട്, ഞാൻ നിന്നെ ഉയർത്തും. ഐ ആം യുവർ ഡെസ്റ്റിനി ഹെൽപ്പർ, ഐ ആം യുവർ ഡെസ്റ്റിനി ഹെൽപ്പർ. കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ചാട്. ഐ ആം യുവർ ഡെസ്റ്റിനി ഹെൽപ്പർ. ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തിയാൽ യുവർ ബ്രേക്ക് ഡൗൺസ് വിൽ ടേൺ ഇൻടു ബ്രേക്ക് ത്രൂ. നിന്റെ തകർച്ചകൾ മുഴുവൻ വിടുതലുകളാകും. നിന്റെ ഇൻസൾട്ട്സ് മുഴുവൻ റിസൾട്ടുകളാകും. നിന്നെ കുറ്റം പറഞ്ഞതായ ഇൻസൾട്ടുകൾ ഉണ്ടല്ലോ, നിന്നെ കുത്തി വേദനിപ്പിച്ചത് മുഴുവൻ ഈ പുസ്തകം പറയുന്നതനുസരിച്ച് പരസ്യ റിസൾട്ടുകളാകും. പരിശുദ്ധാത്മാവ് നിന്റെ തൊട്ടാൽ നിന്റെ സ്റ്റോറി മുഴുവൻ ഗ്ലോറിയായി പുറത്തു വരും. നിങ്ങൾ കേട്ടില്ല? പരിശുദ്ധാത്മാവ് നിന്നെ വ്യാപരിച്ചാൽ നിന്റെ സ്റ്റോറി, നിന്റെ നാറുന്ന സ്റ്റോറികളെല്ലാം ഹെവൻലി ഗ്ലോറിയായി പുറത്തു വരും. പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടാൽ നിന്റെ ലാമെന്റേഷൻ മുഴുവൻ സെലിബ്രേഷനായി തീരും. കാരണം പുസ്തകം പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദ ഘോഷമുണ്ട്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മോക്കറി മുഴുവൻ വിക്ടറിയായി തീരും. നിന്റെ പരിഹാസം മുഴുവൻ, ജനം നിന്നെ പരിഹസിച്ച അതേ ആ പരിഹാസം മുഴുവൻ ജയഘോഷങ്ങളായി തീരും. പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ ഡെവാസ്റ്റേഷൻ മുഴുവൻ റെസ്റ്റോറേഷനായി തീരും. നീ തകർന്ന തരിപ്പണമായി കിടക്കുന്നതല്ല, റെസ്റ്റോറേഷനായി ദൈവമാക്കി തീർക്കുക. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല, അങ്ങനെ ഒരു തകർച്ച ഉണ്ടായിട്ടേയില്ല. ഇതാ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി ആരാധിച്ചാട്ടെ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല. പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ തൊടുന്നു, അവൻ നിന്നെ റിസ്റ്റോർ ചെയ്യുന്നു. നിന്റെ അപ്പനപ്പന്മാരുടെ കാലത്ത് നടന്നിട്ടില്ലാത്തത്, നിന്റെ പ്രിയപ്പെട്ടവരുടെ കാലത്ത് നടന്നിട്ടില്ലാത്തത് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം സംഭവിക്കുകയാണ്. ഇരു കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അതിശയമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ലക്ഷ്യത്തിൽ ഇരുത്തുന്ന, ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. എല്ലാ കുട്ടികളെ 2 കരങ്ങളെ ഉയർത്തി വാ തുറന്ന് പ്രാർത്ഥിക്കുക. Oh hallelujah, 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 hallelujah.